السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. ما بعد. سورة المائدة 80. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രോഗങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ. അല്ലാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാക്കട്ടെ. അതുപോലെ സുഖമില്ലാതെ വരാൻ കഴിയാത്തവരുണ്ട്, സ്ഥിരമായിട്ട് വരുന്നവർ. അല്ലാഹു തആല അവർക്ക് എല്ലാ നിലക്കും ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകം വിളിച്ചു പറഞ്ഞവരുണ്ട്, വീണ് പരിക്ക് പറ്റിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ആത്മാഭിമാനത്തിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മുതലാണ് നമുക്ക് മായിദ സൂറത്തിൽ നിന്ന് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വളരെ സുപ്രധാനമായ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ബറാഅത്ത് രാവ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് വരികയാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാം ചുരുക്കി വിശദീകരിക്കാം. ഇന്ന് നമ്മൾ ഓതി വെച്ച ആദ്യത്തെ 2 ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം കഅബ് ബിൻ അഷ്റഫ് എന്ന അവരെ പോലെയുള്ള ചില ആളുകൾ, അതായത് വേദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ പാണ്ഡിത്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ, ബദർ കഴിഞ്ഞതിൻ്റെ ശേഷം അവർക്കൊക്കെ എല്ലാവർക്കും ഉള്ളിൽ ഒരു പേടിയുണ്ട്. എന്നാൽ അതേ സമയത്ത് കടുത്ത അസൂയ നമ്മളോട് വന്നു. കാരണം ബദറിൽ നമുക്ക് അള്ളാഹു വലിയ വിജയം നൽകി, നെടും തൂണുകൾ തകർന്നടിഞ്ഞു. അപ്പോൾ മക്കക്കാര് ആ വിഷയത്തിൽ
കടുത്ത പകയിലാണ് നമ്മളോട്. അബൂജഹലടക്കമുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, ബദറിലൊലാകെ തോറ്റു. നമ്മൾ മദീനയിലാണുള്ളത്. അപ്പൊ ഇവര് അതിൽ നല്ല വെറുപ്പിലാണ്. ഈ സമയത്ത് മദീനയിലെ ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ അതിലൊരു മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു. എന്നുവെച്ചാല് മക്കാര് നമ്മളോട് ഭയങ്കര എതിർപ്പിലാണ്, കാരണം ഒരു ബദറിൽ ആ പൊട്ടീന്റെ വിഷമത്തിലാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഈ കഅബ് ബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലെ സംഘം വളരെ രഹസ്യമായിട്ട് ഒരു മക്കയിലേക്ക് വന്നിട്ട് മക്കയിലുള്ള ആളുകളോട് സംസാരിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട, അതായത് ഇവര് ശ്രമിച്ച എന്താ വെച്ചാൽ ഒരു സഖ്യസേന ഉണ്ടാക്കിയിട്ട് അവരും കൂടി കൂട്ടിയിട്ട് നമ്മളെ തുരത്താനാണ് ഒരു ഉദ്ദേശം. പക്ഷെ അവരാ പദ്ധതി പൊളിഞ്ഞു. അത് സംബന്ധമായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. ഇതിൽ നമുക്ക് വലിയൊരു സന്ദേശമുണ്ട്, ഞാൻ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ. തറാ, നീ കാണും. അല്ലാഹു തആല നമ്മളോട് പറയണം, മുത്തുനബിയോട് പറഞ്ഞു. ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ഖുർആന്റെ സംബോധിതരായി നമ്മളോട് ഓരോരുത്തരോടും പറയാണ്, തറാ കസീറൻ മിൻഹും. അന്നത്തെ അവസ്ഥ പറയണം, ആ ജൂതന്മാരിൽ നിന്ന് അധിക ആളുകളെയും താങ്കൾ കാണും. യതവല്ലൗന അല്ലദീന കഫറൂ, സത്യനിഷേധികളായ ഒരു വിഭാഗത്തോട് വളരെ വലിയ മൈത്രി ബന്ധം പുലർത്തുന്നത്, ഒരു ഭയങ്കര സ്നേഹത്തിലേക്കാണ്. ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും, അവരുടെ സ്വന്തം അവർക്ക് ഒരുക്കി വെക്കുന്നത് അത് വളരെ ഹീനമാണ്. എന്താ കാരണം എന്നറിയോ? സഖിതല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേലിൽ കോപിച്ചിട്ടുണ്ട്. വഫിൽ അദാബിഹും ഖാലിദൂൻ, അവര് ശിക്ഷയിൽ ശാശ്വതരായിരിക്കും, ഒരു നരകത്തിൽ ശാശ്വതരായിരിക്കും. അള്ളാന്റെ കോപത്തിന് ഒരു ഇരയായി. അവരെന്താ ചെയ്യുന്നത്? സത്യനിഷേധികളോട് വലിയ മൈത്രി ബന്ധം പുലർത്തിയിട്ട്, ഒരു ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ ഇജ്ജങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് കാര്യങ്ങൾ അറിയാലോ എന്ന് നമ്മൾ സാധാരണ ചില വിഷയങ്ങളിൽ പറയാറുണ്ട്. എന്നതുപോലെ വേദത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതിയൊക്കെ അറിയാം, എവിടെയാണ് അവർ നിൽക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും അറിയാം. ഇതിന്റെ ബാക്കിയൊക്കെ മുമ്പ് പറഞ്ഞുപോയി. എന്നിട്ടും അവരെന്താ ചെയ്യുന്നത്? ഒരു വേദത്തിലും വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്ത, അള്ളാഹിനെ നിഷേധിക്കുന്ന സത്യത്തിന്റെ മഹാശത്രുക്കളോട് മൈത്രി ബന്ധം പുലർത്തും. അവര് അവരെ സ്വന്തത്തിന് ഒരുക്കി വെക്കുന്നത് വളരെ ഹീനമാണ്. കാരണം നമ്മളിപ്പോ പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നാളേക്ക് ഒരു ശേഷിപ്പ് കരുതുമല്ലോ. അപ്പോ വേദത്തിന്റെ ആളുകളൊക്കെ നാളെ എന്ന് പറയുമ്പോൾ പരലോകത്തേക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടേ. പക്ഷേ ഇവരിപ്പോ ചെയ്യുന്ന എന്താ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാ? അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ആൾക്ക് പോലും ഇവരെന്ത് ചെയ്യാണ്? സ്വീകരിക്കുകയാണ്. അങ്ങനത്തെ പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. എന്നിട്ട് ഒരായത്തും കൂടി അയിപ്പെട്ടാണ്. നോക്കൂ, വലൗകാനോ യുഅ്മിനൂന ബില്ലാഹി വന്നബി, അവര് അള്ളാഹുവിലും നബിയിലും വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വമാ ഉൻസില ഇലൈഹി, നബിയിലേക്ക് ഇറക്കപ്പെട്ടതിലും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, മത്തഖദൂഹും ഔലിയാ, ആ സത്യനിഷേധികളെ ഒരിക്കലും അവർ ഉറ്റമിത്രങ്ങളാക്കുമായിരുന്നില്ല. വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ, എങ്കിലും അവരിൽ അധിക ആളുകളും അവർ ദുർനടപ്പുകാരാണ്. അതുകൊണ്ടാണ് അങ്ങനെ. നോക്കൂ, അള്ളാഹുവിലും അതുപോലെ അള്ളാഹുവിന്റെ നബിയിലും വിശ്വസിക്കുന്ന ഒരു കൂട്ടർക്ക് സത്യനിഷേധികളോട് മൈത്രി ബന്ധം പുലർത്താൻ കഴിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ. അതിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും ശരിക്കും നോക്കണം. സത്യനിഷേധികളോട് മൈത്രി ബന്ധം പുലർത്തുന്നതിനോട് പിന്നെ ജൂതന്മാര് അന്ന് പുലർത്തുന്നതിനോടോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മൈത്രി ബന്ധം പുലർത്തുന്നതോടോ കുഴപ്പമൊന്നുമില്ല. അവിടെ എവിടെ വിഷയം എന്നറിയാം?
ബദറിൽ അവർ തോറ്റത് കൊണ്ട് കടുത്ത പകയുമായി കഴിയുന്ന അവർ ഒരവസരം കിട്ടിയാൽ നമ്മളെന്ത് ശരിയാക്കാന്ന് കരുതി കാത്തുകയാണ്. അതായത് കഠിന ശത്രുക്കൾ, അവരോടാ മൈത്രി ബന്ധം പുലർത്തുന്നത്. അതല്ലാതെ നമ്മളോട് എന്ത് കൽപ്പനയുള്ള ഒരു കാലത്തും അല്ലാഹു തആല നമ്മളോട് ഓരോടുണ്ടരുത്, തുടരുത്, അങ്ങനൊന്നുമില്ല. ഇതിപ്പോൾ അല്ലാഹു തആല ഈ കഥ പറയുന്ന അങ്ങനത്തെ ഒരു നിലപാട് നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. ഇതിന് വിശദീകരണം കിടക്കേണ്ട എവിടെ നിങ്ങൾ വേറൊരു സൂറത്തിന്റെ തുടക്കമാണ്. 549 പേജ്, അവിടെയാണ് നമുക്കുള്ള അത് നൽകുന്ന പാഠം. അൽ മുംതഹന സൂറത്തിന്റെ ആ തുടക്കം. ആ സൂറത്തിൽ മൊത്തത്തിൽ ആ കാര്യം തന്നെ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദഹ വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ് يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. يا أيها الذين آمنوا സത്യവിശ്വാസികളെ ലാ തത്തഖിദൂ അദുവ്വീ വഅദുവ്വക്കും ഔലിയാ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളോട് നിങ്ങൾ ഒരിക്കലും മൈത്രി ബന്ധം പുലർത്തരുത്. കണ്ടോ, അവിശ്വാസികളോട് എന്നല്ല, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളോട്. അപ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ പറയുന്നതിൽ ഉള്ളൊരു ആയത്തിന് ഒരു ചെറിയ വിശദീകരണമാണ്. ഇതിപ്പോ നമ്മളോട് നേരിട്ട് പറയണം. ആദ്യം പറഞ്ഞത് പിന്നെ വേദക്കാര് കളിച്ച കളിയെ പറ്റി പറഞ്ഞിട്ടാണ്. അതിന്റെ കാരണം പറഞ്ഞു, കഅബ് ബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഓലെന്ത് ചെയ്തു, മക്കത്ത് പോയിട്ട് നമ്മളെ ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട് ഞമ്മക്കെല്ലാവർക്കും കൂടി കൂടിയിട്ട് ഇവരെ ശരിയാക്കാന്ന് തീരുമാനമെടുത്താണ്. ഇവിടെ പറയുന്നു, ഇവിടെ നമ്മളോട് നേരിട്ട് പറയാണ്, സത്യവിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ അവരോട് സ്നേഹം കാണിക്കും, അവരിലേക്ക് സ്നേഹം ഇട്ടുകൊടുക്കും. ഏത് നിലക്ക്? വഖദ് കഫറൂ ബിമാ ജാഅകും മിനൽ ഹഖ്, നിങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തെ അവർ നിഷേധിക്കുകയാണ്. മാത്രമല്ല യുഖ്രിജൂനർ റസൂല വഇയ്യാകും, നിങ്ങളെയും റസൂലിനെയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുന്നവരാണവർ. എന്ത് കാരണത്താൽ? അൻ തുഅ്മിനൂ ബില്ലാഹി റബ്ബിക്കും, നിങ്ങളെ അള്ളാഹുവിനെ റബ്ബായിട്ട് നിങ്ങൾ വിശ്വസിച്ചു, ആ ഒറ്റ കാരണത്താലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ കുൻതും ഖറജതും ജിഹാദൻ ഫീ സബീലി വബ്തിഗാഅ മർളാതി, നിങ്ങൾ എൻ്റെ വഴിയിൽ എൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിന് പുറപ്പെടുന്നവരാണെങ്കിൽ, എൻ്റെ പൊരുത്തത്തെ നിങ്ങൾ കൊതിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അവരോട് മൈത്രി ബന്ധം പുലർത്തരുത്. തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, നിങ്ങൾ രഹസ്യമായി അവരോട് സ്നേഹബന്ധം ഉണ്ടാക്കിയാൽ, വഅന അഅ്ലമു ബിമാ അഖ്ഫൈതും വമാ അഅ്ലൻതും,
നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം കൃത്യമായിട്ട് ഞാൻ അറിയും. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കണ്ടാന്ന്. ഇനി ആരെങ്കിലും അങ്ങനെ ഒരു പണി എടുത്തു കഴിഞ്ഞാൽ ഫഖദ് ളല്ല സവാഅ സബീൽ, അവന് യഥാർത്ഥ പാന്താവിൽ നിന്ന് തെറിച്ചു പോയവനാണ്, പുറത്തു പോയവനാണ്. എന്താണ് അങ്ങനെ മൈത്രി ബന്ധം പുലർത്തണ്ടെന്ന് പറഞ്ഞാൽ അറിയോ? ഓരോരോ സ്വഭാവം കാണിക്കും. യസ്തഫൂക്കും, വലിയ ചക്കര വർത്താനൊക്കെ പറയും. അവസാനം നിങ്ങൾ അവർക്ക് കീഴൊതുങ്ങി എന്ന് കണ്ടാൽ യകൂനൂ ലക്കും അഅദാ വയബ്സുതൂ ഇലൈക്കും അയ്ദിയഹും വഅൽസിനതഹും ബിസ്സൂ. അവരെന്താ ചെയ്യുക? അവരെന്ത് ചെയ്യുന്നറിയോ? അവരുടെ കൈകളെയും അവരുടെ നാവിനെയും അവർ നിങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളിലേക്ക് നീട്ടുന്നു. അപ്പോൾ ഒരു കൈ കൊണ്ടും ആക്രമണം ഉണ്ടാവും, നാവ് കൊണ്ടും ഉണ്ടാവും, പല നിലക്കുണ്ടാവും. നാവ് കൊണ്ട് ഒരു പ്രസംഗിച്ചിട്ട് കൈ കൊണ്ട് എഴുതിയിട്ട്, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ, പണ്ടത്തെ കാലത്താണ് ഈ തെറി വിളിച്ചിട്ടും ഇന്നുണ്ടത്. അതേപോലെ തന്നെ കൈ കൊണ്ടുള്ള ആക്രമണങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ഇതെന്തിറങ്ങാൻ കാരണം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ 8ാമത്തെ വർഷം സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും ഒരുങ്ങിക്കോളി, നമ്മൾ മക്കയിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമുക്ക് കഅബ ശുദ്ധീകരിക്കണം. 360ഓളം വിഗ്രഹങ്ങൾ കഅബയിൽ ശത്രുക്കൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഒക്കെ ശുദ്ധീകരിക്കണം. ഇപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഉണ്ട്, അതുകൊണ്ട് ഒരുങ്ങിക്കോളി. പക്ഷെ ഒരാൾ ഈ വിവരം പുറത്തു പറയരുത്, ആരും പുറത്ത് പറയരുത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തോ? എല്ലാവരും ഒരുങ്ങിക്കോളി, അതിനുള്ള അറേഞ്ച്മെന്റുകൾ നടത്തിക്കോളിയാണ്. സഹാബത്തൊക്കെ രഹസ്യമായിട്ട് ഒരുങ്ങാൻ തുടങ്ങി. ആ സമയത്താണ് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബിയോട് പറയണ, നബിയെ നിങ്ങളെ പദ്ധതി ഇതാ പൊളിയാൻ പോവാണ്, നിങ്ങളെല്ലാവരോടും പറയണ്ടാറിന് ഒരു എഴുത്ത് മക്കത്തേക്ക് പോകേണ്ട ഒരു പെണ്ണ് വഴി. ആ എഴുത്ത് കൊണ്ടുപോകുന്ന പെണ്ണ് ഇപ്പം ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്, അത് വേഗം ആ പെണ്ണിനെ പോയി തടഞ്ഞത് വാങ്ങിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ മക്ക കീഴടക്കാൻ പോകേണ്ട വിഷയം നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളിതാ ചോർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിധങ്ങളെ അലി റളിയല്ലാഹുവിനെ വിളിച്ചു, വേഗത്തിൽ പുറപ്പെടാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഒട്ടപ്പുറത്ത് പുറപ്പെട്ടു. ഈ പറയപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ ഒരു പെണ്ണ് പോകുന്നുണ്ട്. ആ പെണ്ണിനോട് പറഞ്ഞ എൻ്റെ കൈവശമുള്ള ഈ എഴുത്തിന് കൊണ്ടായിരുന്നു, ഇവളെങ്ങനെ ആയാലും എൻ്റെ അടുത്ത് എഴുത്തില്ല. അതിൽ ഒരു നിലക്കും ഇവള് സത്യം പറയണില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി തന്നില്ലെങ്കിൽ വസ്ത്രം അയച്ച് പരിശോധിക്കുന്നതാണ്. അതിലോള് പേടിച്ചു. അപ്പൊ ഈ നീണ്ട മുടിയാണ്, മുടി ഒന്നായിട്ടുണ്ട് ചുരുട്ടി കെട്ടിയിട്ട് ഇവിടെ കെട്ടി വെച്ചിരിക്കണം സാധാരണ പെണ്ണുങ്ങൾ. അതിൻ്റെ അടിയിൽ തന്നെ എഴുത്ത്. ഇന്നിപ്പോൾ മലദ്വാരത്തിലൊക്കെ സ്വർണം കൊണ്ടുവരുന്ന പോലെ അന്ന് എഴുത്ത് അവിടെ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. അതിലെന്ത് ചെയ്തു? അത് വാങ്ങിച്ചു. അലി റളിയല്ലാഹു അൻഹു ഓലൊക്കെ സൂക്ഷ്മത നോക്കണം കേട്ടോ, വേറൊന്നും ചെയ്തില്ല, പെണ്ണല്ലേ. ഇന്നൊക്കെയാണെങ്കിൽ അടി കഴിഞ്ഞിരിക്കും, നമുക്ക് മലയാളം തിരികെ വെച്ചിട്ട്. അവിടെ അതൊന്നും ചെയ്തില്ല, ഒന്ന് ഞെട്ടിച്ചു സാധനം കിട്ടാൻ. നമ്മളൊക്കെയാണെങ്കിൽ അപ്പം തന്നെ നോക്കും, ആരെന്ന് അറിയണല്ലോ, ഇടക്കിട്ട് വിളിച്ചു പറയും ചോദിച്ചു. അവരെന്ത് ചെയ്തു? ആ എഴുത്തേറ്റും വന്നു. ഇവിടെ എന്താ അവസ്ഥ അറിയോ? മദീനത്ത് എല്ലാവരും നല്ല ചൂടിലാണ്, ആരാതൊന്നും അറിയണമെന്ന് എഴുതിയിട്ട്. പാവം ഇത് എഴുത്ത് കൊടുത്തയച്ചാളെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മൂപ്പരോടെ നിൽക്കുന്നുണ്ട്. അതവസ്ഥ എന്തൊക്കെയാലും പണ്ടാകുക കരുതിയിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഞാനൊന്ന് വീട്ടിൽ പോയി തരാറുണ്ട്, മൂപ്പര് വീട്ടിൽ പോയിട്ട് വാളയിട്ട് വന്നിട്ട്. ഇത് ആളാരൊന്നും അറിയില്ല, പക്ഷെ ആരാണെങ്കിലും ഉമർ ഒട്ടും തന്നിട്ട്. കാരണം പറയണ്ടെന്നൊരു കാര്യം പറയാം. നമ്മളൊക്കെയാണെങ്കിൽ ആൾക്കനുസരിച്ചേ കാരണം നോക്കട്ടെ, നമ്മളെ കുടുംബക്കാരൊക്കെയാണെങ്കിൽ വല്ല ഇവിടെ നിന്ന് ഊരണം, ഇന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ നമുക്ക് അയിമത്തനോട് കൂടാ, അങ്ങനെ ഉണ്ടായാല്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു വാളൊക്കെ ഇത് റെഡിയായിട്ട് ഒന്ന് കത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ മിൻ ഹാത്തിബിൻ, തുടക്കത്തിൽ തന്നെ ഹാത്തിബിൽ നിന്നാണ് റളിയല്ലാഹു അൻഹു. ഒരു ബദരീങ്ങളിൽപ്പെട്ട ആളാണ് മൂപ്പരുടെ നേതൃത്വം. അതിൽ ഉമർ റളിയല്ലാഹു, ഇത് ഹാത്തിബ് റളിയല്ലാഹു അൻഹു എഴുതിയെന്ന് അറിഞ്ഞോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു വാളൂരിയിട്ട് ആ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ വെട്ടു, എനിക്ക് അനുമതി തരണം എന്നാണ്. അതിൽ നബി തങ്ങൾ ചോദിച്ചു, ഉമറെ ഹാത്തിബ് ആരാ ചോദിച്ചു. ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, ബദറിൽപ്പെട്ട ആളാണ്. ബദറിൽപ്പെട്ട ഒരാളുടെ ശരീരം നരകത്തിന്റെ തീയെ തൊടൂരം പറയാറുണ്ട്. അതിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ വാള് ഉറയിലേക്ക് ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് നിലവിളിച്ചു ആൾക്കാരൻ. അതാണ് പോലെ ഈ ഈമാൻ നോക്കണങ്ങൾ. വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമില്ല, ഒരു ദേഷ്യമില്ല. ആ വാളെടുത്ത് വറപ്പിച്ചത് മൂപ്പര് ഈ ഈമാനിന്റെ ഊക്കൊണ്ടാണ്. അവിടെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മഹത്തനെ മനസ്സിലാക്കലോടുകൂടെ ശാന്തനായി, പിന്നൊന്നും വേണ്ട. അതാണ് പോലെ ഈമാൻ. ഹാത്തിബ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധാരണ വേണ്ട, നബി അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ എഴുതിയല്ലേ ചോദിച്ചു. എന്താ അപ്പൊ സംഭവം എന്താ അറിയോ? ഞമ്മക്കിന് തെറ്റിദ്ധാരണ വരും. സംഭവം
മക്കത്തുനിന്ന് പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് അദ്ദേഹം ഒരു കരാറുണ്ട്, എന്തെങ്കിലും കാലം മക്ക കീഴടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ച് അതിന് മാത്രം നബി തങ്ങൾ അവിടെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് സ്വഹാബത്തിന്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു ബേജാറ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കഴിച്ചിലാകാനാണ് ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു കരാർ ചെയ്തിട്ടുള്ളത്. മൂപ്പരെന്ത് കരുതി, നബി തങ്ങൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു കരാർ എഴുതിയല്ലേ. മാത്രമല്ല ഒരു സത്യനിഷേധികളാണെങ്കിലും രഹസ്യമായിട്ട് ഒരു തമ്മിലൊരു ഇഷ്ടമുണ്ട്, ആ നിലക്കാണ്. അവ കുറ്റപ്പെടുത്താനും വയ്യ, ഒരു വാക്ക് പറഞ്ഞതല്ല എന്നാ. മാത്രമല്ല വേറൊന്നുണ്ട്, ഓര് തമ്മിലൊരു കരാറുണ്ട്. അതെന്താ, ഇത് അറിയിച്ചാൽ ഓലവിടെ പിന്നെ നബിനെ എതിർക്കാൻ കോപ്പ് കൂട്ടാനല്ല, തടിയെടുക്കാനാണ്. ആ നിലക്കാണ് ഇത് അറിയിച്ചത്. അപ്പോഴാണ് അള്ളാഹു ഈ പറയുന്നത്, നോക്കൂ, എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുത്. ഇവിടെ അദൂവി അദൂവക്കുന്ന എന്തല്ല, നിങ്ങൾ മതത്തിൻ്റെ പുറത്തുള്ള അവരോട് ഒരു നിലക്കൊരു ഇതും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ആയത്തിൽ കൃത്യമായിട്ട് പറയാം. ഇത് മാത്രമല്ല, അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. കാരണം എന്താ, അവരെന്ത് ഇപ്പം നമ്മളങ്ങനെ തന്നെയല്ലോ. ഇപ്പോൾ BJP-കാരോടും RSSകാരോടും സ്വകാര്യം പറയാൻ പോയാൽ എന്താണ് ഉണ്ടാകുക, എല്ലാവർക്കും അറിയാലോ. അങ്ങനെ പറയേണ്ട ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ എക്സ് മുസ്ലിംസൊക്കെ പറഞ്ഞപ്പോൾ പഴയ ഹജ്ജ് കമ്മിറ്റിൻ്റെ ചെയർമാൻ ഇപ്പം പറഞ്ഞത് എന്താണ്, ഹജ്ജിൻ്റെ ക്യാമ്പൊക്കെ പിന്നെ ഞാൻ ചെയർമാനായ സമയത്ത് കരിപ്പൂർ നടക്കുമ്പോൾ വലതുപക്ഷം ഇടതുപക്ഷം നേതാക്കന്മാരൊക്കെ അവിടെ കിടന്നിങ്ങനെ എല്ലാവരും വന്ന് നിരങ്ങിയേനു, കുംഭമേളായിട്ട് ആരും വരുന്നില്ല. വിവേചനാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അയാൾ പറയേണ്ടത് ഞാൻ ദേശീയ, ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതാണ് ഞാൻ ദേശീയ മുസ്ലിമാണ്. അതിൻ്റെ നിർവചനം ഇതുവരെ അയാൾക്കെന്നെ കൊടുത്താൻ കിട്ടിയില്ല, പിന്നല്ല നമ്മക്ക്. അപ്പോൾ അയാൾ ആരോടാ സ്വകാര്യം വരാൻ പോകണ്ട, അയാൾക്കറിയാലോ അയാളെ കേവലം ഒരു കാക്കാന്നുള്ള രൂപത്തിലേ കാണുള്ളൂ എന്നുള്ളത്. അള്ളാഹ് പറയാം, ഈ യസ്തഫൂക്കും പിന്നെ യക്കൂനൂലക്കും മഴ, നിങ്ങളാണ് കീഴൊതുങ്ങിയെന്ന് കണ്ടാൽ തനിനിറം പുറത്തു വരും. ഒരു ശത്രുക്കൾ എന്നായിരിക്കും. വയ്യബുസ്തുയിലേക്കും ഐതിഹ്യവും വത്സനത്തും ഓരോ നാവും കയ്യും നിങ്ങൾക്കെതിരെ ഒരു പ്രയോഗിക്കും. അതുകൊണ്ടാണ് മൈത്രി ബന്ധം വേണ്ടാറുന്നത്. ദാ മുസ്ലിമീങ്ങളോട് നില്ല. കാരണം എന്താ അറിയോ, അതേ സൂറത്തിൽ കുറച്ച് ഇപ്പുറത്ത് നോക്കി, 9-ാമത്തെ ആയത്ത് നോക്കി, മുംതാന സൂറത്തിൽ തന്നെ ഇപ്പുറത്തെ പേജിൽ നമ്മളൊക്കെ ഇങ്ങനെ നമ്മളെ സഹോദരങ്ങളോടൊക്കെ വർത്താനം പറയുമ്പോൾ നമ്മൾ പറയണം, നമ്മളും ആ മുസ്ലിം സഹോദരങ്ങളും നമ്മളും തമ്മിലൊരു പ്രശ്നമില്ല, ഐക്യത്തിനും സ്നേഹത്തിനും കഴിയുന്നവർ തമ്മിലൊരു പ്രശ്നമില്ല. ആ ആയത്ത് നോക്കൂ, ഇന്നമാ 8-ാമത്തെ ആയത്ത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ഒരു വിഭാഗത്തോട് മൈത്രി ബന്ധം പുലർത്തുന്നത് അള്ളാഹു നിങ്ങൾക്ക് വിലക്കിയിട്ടില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്നില്ല, നിങ്ങളെ പുറത്താക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അൻ തബറൂഹും, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യൽ അല്ലാഹു വിലക്കിയിട്ടില്ല. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നീതിയോടുകൂടെ വർത്തിക്കുന്നതും അല്ലാഹു വിലക്കിയിട്ടില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായിട്ടും അല്ലാഹു തആല നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാകുന്നു. നേരാണ് പറയാണ്, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു വിലക്കിയിട്ടില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ സ്വന്തം ഭവനങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കാത്ത അങ്ങനത്തെ അവിശ്വാസികളോട് അൻതബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യൽ ലാ യൻഹാകും, ആദ്യം പറഞ്ഞു വിലക്കിയിട്ടില്ല. വതുഖ്സിതൂ ഇലൈഹിം, അവരോട് നീതിയോടുകൂടെ വർത്തിക്കും. ഇപ്പം ഞാൻ അഞ്ചറമ്പിലേക്ക് നിന്ന് സുബൈസ് ക്ലാസ് അവിടുന്ന് വരുന്നത്, അവിടെ ആ ക്ലാസ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ഹിന്ദു സഹോദരൻ്റെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ അയാളെ പേരും പറഞ്ഞു, ആ ഹിന്ദു സഹോദരൻ്റെ, മൂപ്പര് നിങ്ങളോടൊന്ന് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു കേട്ടോ എന്നേ. അപ്പോൾ പിന്നെ വേറൊന്നുണ്ട്, ഇന്നിപ്പോൾ ഉസ്താദുമാർ ഇന്ന് പോവുകയാണ്, ഇനിയിപ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പം ഇന്ന് മൂപ്പര വകയുടെ ചായ സ്ഥിരമായിട്ട് എങ്ങനെ മദ്രസ പൂട്ടുണ്ടെന്ന് ആ മുസ്ലിം സഹോദരൻ്റെ വക ചായക്കാർ. അന്ന് അവിടെ അങ്ങാടിയുള്ള ആൾക്കാരോട് മൂപ്പര് പറയാത്രേ, ഇന്ന് 9-10 മണി ഇവിടെ വരുന്നവർക്കൊക്കെ പൊറാട്ട ഫ്രീ ആണ്. ഉസ്താദ്മാർക്ക് എൻ്റെ വകയാണ് ചിലവ്, അപ്പോൾ വരുന്നവർക്കൊക്കെ കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ ദിവസമാണ് അവിടെ. ഒരു ഹിന്ദുവാണത്. ഇതാണ് നമ്മളാണ്.
നിങ്ങളാലോചിച്ച് നോക്കൂ, സമസ്ത സമ്മേളനം നടക്കുന്ന അതിൻ്റെ അടുത്ത് ഞാൻ നാൾ പോയപ്പോൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. ഒരു അമ്പലത്തിൻ്റെ, ഞാൻ അപ്പം തന്നെ ശ്രദ്ധിച്ചു, ഒരു അമ്പലത്തിൻ്റെ മധുരമ അമ്പല കമ്മിറ്റി വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. പിന്നെയാണ് അത് ഇതിൽ വന്നത്, ചാനലിലൊക്കെ വന്നത് വലിയ വാർത്തയായിട്ട്. അവിടെ ഓല് ഭയങ്കര ഒരുക്കത്തിലാണ്. ഇവിടെ ഇത്ര വലിയൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ വരുന്നവർക്കൊരു ബുദ്ധിമുട്ടും പാടില്ല എന്ന് പറഞ്ഞാണ്ട് ഓലവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ഓലെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഓലൊക്കെ ഒരു ആത്മാർത്ഥത കണ്ടാൽ കജ്ജ് കുടിച്ച് മുത്താൻ തുടങ്ങും. തന്നെ പുറത്തുള്ള പോലെ സ്നേഹി ആലോചിക്കണേ, സത്യം തമാശ അറിയില്ല, കണ്ണ് നിറഞ്ഞു പോവും മറ്റങ്ങളൊക്കെ സ്നേഹം കണ്ടാൽ. ഒരു വലിയ സംഭവത്തിൽ കാത്തുകയാണ്. ഇവിടെ നമ്മളെ നാട്ടിലേക്ക് വരുമ്പോഴേ അതല്ല, നമ്മളെ പറ്റി ഒരു ഏജൻസിക്കും സംശയമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും തുടങ്ങിയിട്ട് നാളെ ഈ സമയം വരെ സമസ്തൻ്റെ ഒരു പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു പോലീസും വരില്ല, ഒരു ഏജൻസിയും വരില്ല, ഒരു ഇൻ്റലിജൻസിന് സംശയം ഉണ്ടാവില്ല. എന്താ കാരണം? ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലയെന്ന് ഓൽക്കറിയാം. ഈ മദ്രസയും കാര്യങ്ങളും സംവിധാനമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ കുഴപ്പങ്ങളും കലാപങ്ങളൊന്നും ഇല്ലാത്തതെന്നറിയാം. അപ്പോൾ നോക്കൂ, ഇതൊക്കെ അറിഞ്ഞത് കൊണ്ടാണല്ലോ ആ ഹൈന്ദവരായ സഹോദരങ്ങൾ എത്ര സന്തോഷത്തോടെ ഒരു പറയുന്നത്. ഒരു പറയണം, ഇവിടെ വരുമ്പോൾ മൂത്രമൊഴിക്കാനും ടോയ്ലറ്റ് പോകാനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വീടുകളിലെ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നു പറയുന്ന ആരാ? ഹൈന്ദവ സഹോദരങ്ങളാണ്. അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് തിരിച്ച്. അതോടൊപ്പം ഈ ആയത്തിൽ പറയുന്നത് അതാണ്. ഈ ആയത്തിൽ നേരെ കൃത്യമായിട്ട് പറയാനുള്ളൂ. നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത, നിങ്ങളോട് ശത്രുത കാണിക്കാത്ത മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവരോട് നീതിയോടുകൂടെ വർത്തിക്കുന്നതും നന്മ ചെയ്യുന്നതും അള്ളാഹു വിലക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്തോളൂ, അള്ളാഹു നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും എന്നുള്ള പറയുന്നത്. ശത്രുക്കളോട് സ്വകാര്യം പറയാൻ പോണ്ട. അതെന്താ കാരണം? നമുക്കറിയാം, ഒരു വഞ്ചിക്കും. അതുകൊണ്ടാണ് യഹൂദികൾ പണ്ട് ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതി വെച്ച രണ്ട് ഭാഗത്തും ആ വിഷയം തന്നെ പറയുന്നുണ്ട്. ഒന്ന് നേർക്ക് നേരെ നമ്മളോട് പറയാണ്, മറ്റൊന്ന് അവരോട് ആ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഉദ്ധരിക്കുകയാണ്. അപ്പൊ നമ്മളതിൽ നമുക്ക് വലിയ പാടുണ്ട്. ഒന്നും കൂടി അർത്ഥം വെക്കാം. മാഇദ സൂറത്തിൽ തന്നെ വരും, തറാ കസീറം മിൻഹും, അവരിൽ നിന്ന്, ആ ജൂതന്മാരിൽ നിന്ന് അധിക പേരെയും താങ്കൾക്ക് കാണാം, യതവല്ലൗനല്ലദീന കഫറൂ, സത്യനിഷേധികളോട് അവർ സ്നേഹബന്ധം പുലർത്തും. ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും, അവർ സ്വന്തം അവർക്ക് സജ്ജീകരിക്കുന്നത്, ഒരുക്കി വെക്കുന്നത് അത് വളരെ ഹീനമാണ്. നമ്മൾ അവനാണ് നാളെക്കൊരു കാര്യം കിട്ടണ്ടല്ല ചെയ്യേണ്ടത്. ഇത് വളരെ വൃത്തികെട്ടതാണ് അവർ ചെയ്യുന്നത്. എന്താ കാരണം? സഖിതല്ലാഹു അലൈഹിം, അവരുടെ മേലിൽ അല്ലാഹു കോപിച്ചിരിക്കുന്നു. വഫിൽ അദാബിഹും ഖാലിദൂൻ, അവർ ശിക്ഷയിൽ അവർ നിത്യവാസികളാണ്. കാലാകാലം റബ്ബിന്റെ ശിക്ഷക്ക് പാത്രമായ ഒരു കൂട്ടരോട് മൈത്രിബന്ധം പുലർത്തിയിട്ട് എന്നിട്ട് അവിടെ ഒരു മുന്നണി ഉണ്ടാക്കുകയാണ്. ശത്രുക്കളെ കൂട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇവിടെ തകർക്കാൻ നോക്കുകയാണ്. അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ ഓലെന്താ പറയാ? ഞങ്ങൾ സ്വർഗത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഇബ്രാഹിം നബിന്റെ പിന്മുറക്കാരാ, ആനെ ശരിയെന്ന് പറയും. അല്ലാഹ് പറയാ, വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബി, അള്ളാഹുവിലും ഒരു നബിയെ കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഒരു മൂസാ നബിയിൽ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ഖുർആൻ പറയുന്ന എന്താണ്? വമാ ഉൻസില ഇലൈഹി, അവരിലേക്ക് ഇറക്കപ്പെട്ട വേദത്തിലും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, മത്തഖദൂഹും ഔലിയാ, ആ സത്യനിഷേധികളെ ശത്രുക്കളെ ഒരിക്കലും അവർ മിത്രങ്ങളാക്കുമായിരുന്നില്ല. എന്തിനാ ഓരോട് കൂട്ടുകൂടിയത്? ഇവർക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണ്. വലാകിന്ന കസീറം മിൻഹും ഫാസിഖൂൻ, അവരിൽ നിന്ന് അധിക ആളുകളും ദുർനടപ്പുകാരാകുന്നു. അവരിൽ അധിക ആളുകളും ദുർനടപ്പുകാരാകുന്നു. ഇതിപ്പോ ജൂതന്മാരെ പറ്റിയുള്ള പറഞ്ഞത്. യഹൂദികളാണ് ആ കളി കളിച്ചത്. ഇനി അവരെ തന്നെ അന്ന് അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം അതെന്താ അറിയോ? നസ്വാറാക്കളിൽ നിന്നൊരു വിഭാഗം അങ്ങനല്ല. ഇന്നത്തെ ക്രൈസ്തവരെ പറ്റിയല്ല കേട്ടോ. മുഴുവൻ മനസ്സിലാക്കാഞ്ഞാല് ജൂതന്മാരെക്കാളും വലിയ കളി മറ്റൊരു കളിച്ചിട്ടുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്, എന്നും കളിച്ചിട്ടുണ്ട്. ഓരോന്ന് മനസ്സിലാക്കണം. ഇനി പറയാൻ പോകുന്ന എന്താ അറിയോ? അബുസീനിയയിൽ നിന്ന് ഇപ്പൊ ജൂതന്മാർ എല്ലാ നിലക്കും മദീനയിൽ നമ്മളൊക്കെ സംരക്ഷണം കൊടുക്കുകയാണ്. മദീന ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വന്നപ്പോഴും ഓൽക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് പോലും നമ്മളെ ആനുകൂല്യങ്ങളൊക്കെ പറ്റും, പുറത്തു പോയിട്ട് ഓല് പല കളികളും കളിക്കും. ഇതായിരുന്നു.
ശത്രുക്കളെ കൂട്ടുപിടിച്ചിട്ട്. അങ്ങനെയുള്ള അഹ്സാബ് യുദ്ധമൊക്കെ അങ്ങനെയുള്ളവരങ്ങനെ. അതിന് മുമ്പ് തന്നെ വന്നാണ് അഹ്സാബ്. അഹ്സാബ് പറഞ്ഞാൽ തന്നെ സഖ്യസേന, എല്ലാവരും കൂടിയിട്ട് നമ്മളെ എതിരാളികൾ മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഓരോ ഗോത്രങ്ങളെ പിടിച്ച് ഓലെ പുളിമ കയറ്റി പിപ്പിരി കയറ്റിക്കാണ്ട് ഓരെയും കൂട്ടിക്കാണ്ടുള്ളോ. പക്ഷെ പരാജയപ്പെടുത്തി അല്ലാഹു തആല ഖന്ദഖിലൂടെ പല കളികളും. എന്നാൽ അതേ സമയത്ത് പിന്നെ യഥാർത്ഥ നസ്വാറാക്കൾ പറഞ്ഞാൽ അൻസാറുള്ളാണ്, അള്ളാന്റെ സഹായികൾ എന്നാണ്. ഈ സനബിനെ സഹായിച്ചുകൊണ്ടാണ്, ദീനിനെ സഹായിച്ചുകൊണ്ട് അങ്ങനെ പേര് വന്നത്. ഇതുപോലെ മദീനക്കാർക്ക് അൻസാറുകൾ എന്ന് പേര് വന്നത്. അപ്പൊ ഇവരിൽ ഒരു വിഭാഗം സത്യത്തെ സഹായിച്ചു. എന്താ സംഗതി? അത് ആ ആയത്തുനിന്ന് അർത്ഥം വെക്കാം, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. നോക്കൂ അടുത്ത ആയത്ത്. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا لتجدن നബിയെ താങ്കൾ കണ്ടെത്തിക്കും അശദ്ദന്നാസി മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും അധികം അദാവത്തൻ ഏറ്റവും വലിയ ശത്രുത ലില്ലദീന ആമനൂ സത്യവിശ്വാസികളോട് ഏറ്റവും വലിയ കഠിനമായ ശത്രുത വെച്ചു പുലർത്തുന്നവർ അൽ യഹൂദ വല്ലദീന അശ്റകൂ യഹൂദികളെയും അതുപോലെ മുശ്രിക്കീങ്ങളെയും താങ്കൾക്ക് കണ്ടെത്തിക്കും. ലോകത്ത് മുസ്ലിമീങ്ങളോട് ഏറ്റവും അധികം വിദ്വേഷം കാണിക്കുന്നത്, കഠിനമായ പക ഉണ്ടാകുന്നത് ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളിൽ ചിലരുമായിരിക്കും. എന്നിട്ട് പിന്നെ പറയാണ്, അവിടെ നമ്മളെ വിഷയം കിടക്കുന്നത് വലതജിദന്ന അഖ്റബഹും മവദ്ദത്തൻ ലില്ലദീന ആമനുല്ലദീന ഖാലൂ ഇന്നാ നസ്വാറാ. അതേസമയം വലതജിദന്ന താങ്കൾക്ക് കണ്ടെത്തിക്കാൻ കഴിയും അഖ്റബഹും മവദ്ദത്തൻ സത്യവിശ്വാസികളോട് ഏറ്റവും അധികം സ്നേഹബന്ധമുള്ളവരായിട്ട്. ആരെ? ലില്ലദീന ആമനു വിശ്വാസികളോട്. ആരെ കാണാൻ കഴിയും? അല്ലദീന ഒരു കൂട്ടര് ഖാലൂ ആ ഒരു കൂട്ടർ പ്രഖ്യാപിക്കും ഇന്നാ നസ്വാറാ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ നസ്വാറാക്കളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങളോട് വലിയ സ്നേഹബന്ധം പുലർത്തുന്നതും നബിയെ അങ്ങേക്ക് കാണട്ടോ. അള്ളാഹു പറയാണ്. എന്താ എന്നിട്ട് പറയാണ്, എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ذَلِكَ بِأَنَّ مِنْهُمْ قِسِّيسِينَ അവരിലുള്ള നസ്വാറാക്കളിലുള്ള പണ്ഡിതന്മാരാണ്. ഖിസ്സീസിന്റെ ബഹുവചനാണത്, ഖിസ്സീസീൻ. ഖിസ്സീസ് എന്ന് പറഞ്ഞാൽ ആലിം എന്നാണ്. ആലിം അത് പിന്നെ നസ്വാറ പണ്ഡിതന്മാർക്കുള്ള പേരാണ് ഖിസ്സീസ്. അതാണ് പറയുന്നത്. അവരെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. റുഹ്ബാന വലിയ ഭക്തന്മാർ. റുഹ്ബാന് ഒരുപാട് അർത്ഥമുണ്ട്, ഞാൻ വിശദീകരിക്കാം. വഅന്നഹും ലാ യസ്തക്ബിറൂൻ അവർ അഹങ്കരിക്കാത്തവരുമായിരുന്നു. എല്ലാവരും അല്ലട്ടോ. കുരിശുയുദ്ധത്തിന്റെ കഥക്കാണ് കേട്ടാലേ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ബോസ്നിയയിലടക്കം അതിക്രൂരമായി നിഷ്ഠൂരമായി കൊന്നടക്കിയത് ഇതേ നസ്രാക്കളാ. ഓലെ പറ്റിയെല്ലാം പറയണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയാം ആരെ പറ്റിയാണ് ഈ പറഞ്ഞത് പറയാം. അതിന്റെ മുമ്പ് ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് ഇന്നിപ്പോ നമ്മൾ ഗസയിലും മറ്റൊക്കെ നോക്കുമ്പോൾ ഇസ്രായേലും മറ്റൊക്കെ കാണുമ്പോൾ വളരെ കറക്റ്റാണെന്ന് തോന്നും, മനസ്സിലാവും. എന്താ കാരണം പറയുന്നത്? അവിടെ പറയാണ് ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു യഹൂദ് സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ പക യഹൂദികൾക്കായിരിക്കും, കഠിനമായ വിരോധം ബഹുദൈവ വിശ്വാസികൾക്കും. ഒരു നല്ലവരില്ലാന്നല്ല കേട്ടോ, എല്ലാവരും എന്നുള്ള അർത്ഥത്തിലല്ലത്. സിംഹഭാഗം അങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ? ഇപ്പോൾ ഇസ്രായേലിൽ പിന്നെ അവിടെ തന്നെ ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ജൂതന്മാരെ പ്രകടനം ഉണ്ടായിരുന്നു. ഓല് ആരൊപ്പാണ്? ഗസയിൽ പ്രയാസപ്പെടുന്നവരോട് കൂടെ. എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ ചെയ്യുന്നതെന്നാണ്. അങ്ങനെയുണ്ട്. എല്ലാവരും ഒരുപോലെ ആവൂല. ഞാൻ അറിയുന്ന ഒരു BJP കാരുണ്ട്. അയാൾ എങ്ങനെ BJP ആയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. അത്രക്കും നീറ്റാണ്. ഒരു പച്ച സാധു ഓട്ടോ ഡ്രൈവറാണ്, നമുക്കറിയേണ്ട ആളാണ്. വല്ലാത്തൊരു മനുഷ്യനാണ്. എങ്ങനെയാണ് അതിൽ പെട്ടുകാവോ? അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. എല്ലാവരും മോശക്കാരാവില്ല. ചില ആൾക്കാരുണ്ടാവും ഓർക്ക് ഭയങ്കര ദയയും കാരുണ്യം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആൾക്കാരേക്കാരും എന്തേലും കെണിയൊന്നും ഇങ്ങനെ ചാടുകയോ ഓർക്ക് പറ്റാത്ത ഇതിലേക്കാരും ഒന്ന് വിടുക. അങ്ങനെ ഉണ്ടാവും.
അപ്പോൾ ജൂതന്മാരെല്ലാവരും മോശമാണെന്നല്ല, ബഹുദൈവ വിശ്വാസികളും എല്ലാവരും മോശമാണെന്നല്ല. എന്നാൽ ഇനി ഇവിടെ വേറൊരു പോയിന്റ് എന്താ അറിയോ, ഈ ശത്രുതയുടെ വിഷയത്തിൽ ഒരു രണ്ടുകൂട്ടരും ഒരുപോലെ, എന്നാൽ ഈ ജീവിതത്തോടുള്ള കൊതിയുടെ വിഷയത്തിൽ ഭയങ്കര ആക്രാന്തമുള്ള കൂട്ടരായിരുന്നു ആര്? പിന്നെ ഇവര് ബഹുദൈവ വിശ്വാസികൾ. എന്നാൽ ഖുർആൻ ഒരായത്തിൽ പറയുന്നത് ബഹുദൈവ വിശ്വാസികളെക്കാൾ മരണത്തെ പേടിയും ജീവിക്കാൻ കൊതിയായിരിക്കാം യഹൂദികൾക്കാണ്. ഇവിടെ രണ്ട് തുല്യമായിട്ടാണ് പറഞ്ഞത്, രണ്ട് കൂട്ടരും ഒരുപോലെയാണെന്ന്. എന്നാൽ ഖുർആനിൽ തന്നെ അല്ലാഹു തആല വേറെ ചില ആയത്തുകൾ പറയുന്നത് പിന്നെ ജൂതന്മാര് ഒരു വിഷയത്തിൽ ഇവരൊക്കെ കവച്ചു വെക്കും. ഞാൻ ആയത്തൊന്നും അതാ ഓൽക്ക് 1000 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ആ ആയത്ത് ഏതറിയോ? 15-ാമത്തെ പേജ് നോക്കിയാൽ ബഖറയിലെ 96. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ أَلْفَ سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَنْ يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ. ഇതേ ആയത്ത് പോലെ തന്നെയാണ് ആയത്ത് തുടക്കം നോക്കി. വലതജിദന്നഹും, അവരെ താങ്കൾക്ക് കണ്ടെത്തിക്കും, ജൂതന്മാരെ, അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകു. നോക്കൂ, ജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കാൻ ഏറ്റവും അധികം ആക്രാന്തം അവർക്കും പിന്നെ വമിനല്ലദീന അശ്റകു, പിന്നെ മുശ്രിക്കീങ്ങളെക്കാളും. മുശ്രിക്കീങ്ങൾക്ക് പൊതുവെ ഭയങ്കര ഇതാണ്, എന്നാ അവരെക്കാളും അലച്ച ഇവർക്ക് താങ്കൾക്ക് കാണാം, ഇവരിൽ ജൂതന്മാരിൽ കാണാം. എന്നിട്ട് പറയാ യവദ്ദു അഹദുഹും, അവർ ഓരോരുത്തരും കൊതിക്കും, ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം വയസ്സ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുറച്ചൊന്നല്ല കരുതുന്നത്, 1000 കൊല്ലം. നമ്മൾ പല ആൾക്കാരെയും ജീവിതത്തിന്റെ ഇതൊക്കെ കണ്ടാൽ 1000 കൊല്ലമൊക്കെ ജീവിക്കും തോന്നും. അങ്ങനെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നുള്ള രൂപത്തിലാണ് മനുഷ്യന്റെ ഊക്കവും അമ്പും നടത്തും. ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ ചിലർ പറയില്ല, ഞാനാണ് വിട്ടെടുക്കൂല, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടാ കരുതും ഇയാൾ കുറെ കാലം ഇവിടെ ഉണ്ടാവും. എവിടെ പിറ്റേന്ന് അതിനൊന്നും സമയം ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൻ്റെ മുമ്പ് ആള് കാലിയാവും. അങ്ങനെയൊക്കെ നമ്മൾ സംഭവിക്കണ്ടല്ലേ. അപ്പോൾ ഒരു കൊതിക്കാണ് 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ. പക്ഷേ ഇനി 1000 കൊല്ലം ജീവിച്ചും സങ്കല്പിക്കുക, അദാബിനെ പ്രതിരോധിക്കാൻ കഴിയൂല. ദീർഘായുസ് കിട്ടിയെന്നുള്ളതൊന്നും അദാബിനെ പ്രതിരോധിക്കാൻ തടയാൻ കാരണമാവില്ല. അല്ലാഹു ബസീറും ബിമാ യഅമലൂൻ എന്ന് പിന്നെ പ്രത്യേകം അല്ലാഹു തആല പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ബഹുദൈവ വിശ്വാസികളെക്കാളും ദുന്യവിയായ കാര്യത്തിൽ ഒരു ആക്രാന്തമുള്ള അരച്ചുള്ളവരാണ് ആര്? ജൂതന്മാരെന്നാണ് ഇവിടെ പറയുന്നത്. 2 കൂട്ടരും ശത്രുതയുടെ വിഷയത്തിൽ 2 കൂട്ടരും തുല്യാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നതാണ്. എന്നിട്ട് പറയാണ് വേറൊരു കൂട്ടർ, നസ്വാറാക്കളിലൊരു വിഭാഗം. ആ സംഭവം എന്ന് പറയാം. ഹിജ്റ, ആദ്യത്തെ ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകള് റുഖിയ റളിയല്ലാഹു അൻഹ, തൻ്റെ പ്രിയപ്പെട്ട മരുമകൻ റുഖിയ ബീവിന്റെ ഭർത്താവ്, ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അവരടക്കം ഒരു 11 ആണുങ്ങളും ഒരു 4 പെണ്ണുങ്ങളും, ഇവരാണ് ആദ്യമായിട്ട് അബസീനിയയിലേക്ക് ഹിജ്റ പോയത്. മദീനത്തേക്കല്ല ആദ്യം പോയത്, മക്കത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല. നോക്കി നബി തങ്ങളുടെ മാതൃക നോക്കി നിങ്ങൾ. ആദ്യം ആരോ ഇവിടുന്ന് തുടങ്ങിയ നിങ്ങൾ മരുവനും മകളും പോയി. നമ്മളാണെങ്കിൽ നമ്മളെ കാര്യമൊക്കെ ഭദ്രാക്കും. അതാ കാര്യം. അങ്ങനെ നേതാക്കന്മാര് ശരിക്ക് ചെയ്യേണ്ട അങ്ങനെയാണ്. രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ, അവനാൻ്റെ മക്കളൊരു പോസ്റ്റ് ഒട്ടിക്കാനും കൂടി വിടുമല്ലോ, ഓലിട്ടാ വർത്താനം തന്നെ ഉണ്ടാവുക. ഇലക്ട്രിക് പോസ്റ്റുമേലൊക്കെ സാധു കുട്ടികളെ കയറ്റും. ഓല കിട്ടില്ല. ഓല കാര്യങ്ങൾ ഓൽക്കൊക്കെ പുച്ഛ കാര്യം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഒരു കാനഡയിലും അമേരിക്കയിലും ഒക്കെ പഠിക്കുകകാരം. എന്നിട്ട് ഇവിടെ കുട്ടികൾ അതിൻ്റെ പേരിൽ അങ്ങനെ അയലോക്കാരനായിട്ട് തല്ലും. എന്താ ഭാവിച്ചത്? തല്ലരുത്.
രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണ്ടെന്നല്ല, അത് വേണം. അതിലെന്നെ പറ്റൂലല്ലോ. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി ആയതുകൊണ്ട് അതൊക്കെ വളരെ കറക്റ്റായി ചെയ്യണം. പക്ഷേ നേതാക്കന്മാരും ശ്രദ്ധിക്കണം. ആത്മാർത്ഥ പറഞ്ഞാൽ സ്വന്തം മക്കളെയും കൂടി ഇറക്കണം. അപ്പോഴല്ലേ മകൻ ചോദിക്കണം, ഞാനും കൂടി വർത്താനം വരണ്ട, അങ്ങനല്ല. അതിന് മനസ്സിലാക്കാൻ ആത്മാർത്ഥം ഉണ്ടോ ഇല്ല എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റവരോട് ഇങ്ങനെ ഹിജ്റന്റെ പുണ്യം ഇങ്ങനെ പറഞ്ഞാണ്ട് വിട്ടോളി എന്നറിയല്ല. ആരാ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യ നബിയുടെ പ്രിയപ്പെട്ട മോള് റുഖിയ ബിബി റളിയല്ലാഹു അൻഹ, അവരടക്കം 11 പേര്, 11 ആണുങ്ങളും 4 പെണ്ണുങ്ങളടക്കം ആദ്യ സംഘം പോയി. മട്ടക്കൊന്നും അറിയണല്ലോ. ഈ അബ്സീനിയയിൽ ചെന്നപ്പോൾ അവിടുത്തെ ക്രൈസ്തവരെ പറ്റിയാണ് ഈ പറയുന്നത്. അവിടെ ഭരണം നടത്തിയിരുന്നത് നജ്ജാശി രാജാവായിരുന്നു. അയാൾ എന്ത് ചെയ്തു അറിയോ? ഈ വന്ന സംഘത്തിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവിടെ ആവേശമായി. അതിൽ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 82 ആളുകൾ പുറപ്പെട്ടു. അടുത്തത് ഇവിടെ നേരാണ് പോയി. ജഅഫർ റളിയല്ലാഹു, ജഅഫർ ബിൻ അബീ ത്വാലിബ് എന്ന മുത്തപ്പനവനാ, അലി റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠൻ. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു? ഒരു സംഘം പോയി. 80 ചില്ലാൻ ആൾക്കാർ പോയി. അപ്പൊ ഭയങ്കര ആശ്വാസമായി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അതിന് മാത്രം പീഡനങ്ങളാണ്. ഒക്കെ നേരിയൊരാശ്വാസം. അതിൽ അബൂജഹൽ എന്ത് ചെയ്തു? 2 ആൾക്കാരെ പറഞ്ഞയച്ചു. ഇതിപ്പോ ശരിയാവില്ല എങ്ങനെ ആയാലും. അയാളൊന്ന് പോയിട്ട് അവിടെ ചെറിയൊരു കുത്തിത്തിരിവുണ്ടാക്കുക. ആരെടുത്ത്? നജ്ജാശി രാജാവുള്ളവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അയാളെ ഒന്ന് പിന്നെ തിരിക്കാന്ന് കരുതിയിട്ട് അബൂജഹൽ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഗിഫ്റ്റ്. അങ്ങനെ ഈ ഗിഫ്റ്റായിട്ടും പോയി. എല്ലാ കാലത്തും ഈ പരിപാടിയിലെ എല്ലാ കാലത്തും അവിടെ പോയി കണ്ട കഥണ്ടാക്കാം. ഇങ്ങോട്ട് പോയിട്ട് പിന്നെ നജ്ജാശി രാജാവിൻ്റെ അടുത്ത് പോയിട്ട് അബൂജഹൽ തന്നാണെന്നൊക്കെ പറഞ്ഞ് ഈ പാരിതോഷികമൊക്കെ ഏറ്റു പോയി. അതൊക്കെ അവിടെ വെച്ചുട്ടോ. മൂപ്പര് മൈൻഡ് ചെയ്യണില്ല ആദ്യം. മൂപ്പര് നല്ലൊരു ഭരണാധികാരിയാണ്. മൂപ്പര് ഈസാ നബിയിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഇവിടെ വന്ന ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ കുറേ കുറ്റം പറഞ്ഞു. അതിലൊന്ന് പറഞ്ഞെന്താ വെച്ചാൽ ജഅഫർ ഭയങ്കര ധിക്കാരിയാണ്. ജഅഫറുൽ ഭയങ്കര ധീരൻ തന്നെയാണ്. മൂത്തത്തിലെല്ലാവരും കണ്ടാണ്. പക്ഷേ അങ്ങനെ തന്നെയുള്ളോ, കാര്യത്തിന് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അദ്ദേഹം വളരെ വിനയാന്വിതനാണ്. ഇത് തെറ്റിദ്ധരിപ്പിച്ചു. അന്ന് രാജാവിൻ്റെ മുന്നിലെത്തുമ്പോൾ റുക്കൂ പോലെ നിൽക്കണം. അവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അയാളെ വിളിച്ചു നോക്കി, ഇങ്ങനെ നിൽക്കൂല, റുക്കൂ പോലെ നിൽക്കൂല, ഞങ്ങളിങ്ങനെ നിൽക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ എതിരാണ്, ഞങ്ങൾ എതിരാണ്, ഞങ്ങൾ ബഹുദൈവ വിശ്വാസികൾക്കും ഇവരെതിരാണ്, നിങ്ങൾ പിന്നെ ഈസാ നബിന്റെ ആളുകൾക്കും ഇവരെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഇവിടുന്ന് മക്കത്തേക്ക് തന്നെ തിരിച്ചയക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ ഇവിടുന്ന് വിളിച്ചിട്ട് ഒന്ന് ചോദിക്കട്ടെ. അങ്ങനെ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു ടീമിനെയും ആ രാജസദസ്സിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ വന്നപ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ പറഞ്ഞമാർക്ക് തന്നെ റുക്കൂഴൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവർക്കെല്ലാം സന്തോഷമായി. നമ്മൾ പറഞ്ഞമാർക്ക് തന്നെയുള്ള ഒപ്പം പറഞ്ഞേക്കുന്ന ഇരിക്കുകയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങളെന്താ റുക്കൂഴ ചെയ്യാത്തത്? അപ്പോൾ ഞങ്ങൾ നബിതങ്ങൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റുക്കൂഴും സുജൂദൊക്കെ അള്ളാഹ്ക്ക് ചെയ്താൽ മതിയോ? അവസാനം ഇയാൾ ചോദിച്ചു, ഈസാ നബിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഈസാ നബിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജഅഫർ റളിയല്ലാഹു പറഞ്ഞു, റൂഹുല്ലാഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം. അല്ലാഹുവിൻ്റെ റൂഹും അവൻ്റെ കലിമത്തുമാണ്, അത് മറിയമിൽ നിക്ഷേപിച്ചതാണ്. അപ്പോൾ നജ്ജാശി രാജാവ് പറഞ്ഞു, അതന്നെയുള്ളോ റൂഹ് എന്നാൽ പിന്നെ ജിബ്രീൽ എന്ന മലക്ക് നേരെ റൂഹ് ഊതിയത്. കലിമത്ത് പറഞ്ഞാൽ എന്താണ്? പിന്നെ ഉപ്പല്ലാതെയുള്ളോ ആരുണ്ടാകുന്നത്? ഈസാ നബി ഉണ്ടാകുന്നത്. കലിമത്ത് പറഞ്ഞാൽ അവിടെ കുൻ എന്നുള്ളതാണ്. അത് യഥാർത്ഥ ക്രിസ്ത്യാനികൾക്കതറിയാം, കുൻ ഫയകൂൻ. അപ്പൊ അവിടെ വേറെ മാധ്യമങ്ങളൊന്നും പിന്നെ ആവശ്യമില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാങ്ങ കൊണ്ടുവരാൻ ആദ്യം 2 പിന്നെ കുഴിച്ചിട്ട് മുളച്ചിങ്ങൊന്നും വേണ്ട എന്നതുപോലെ അതാണ് റൂഹുല്ലാഹി വ കലിമത്തു എന്ന് പറഞ്ഞത്. അതിൽ നജ്ജാശി രാജാവ് പറഞ്ഞു, ഇതന്നെയുള്ള നമ്മളെ വിശ്വാസം. നിങ്ങളല്ല പറഞ്ഞു ഇവർ നമ്മളെ ശത്രുക്കളാണ്. ഞങ്ങളെ ശത്രുക്കളല്ലല്ലോ, ഞങ്ങൾ അതേ വിശ്വാസമല്ലോ. അപ്പോൾ ജഅഫർ റളിയല്ലാഹു ചോദിച്ചതാണ്, എന്ത് നിങ്ങൾ ഖുർആനിൽ നിങ്ങൾക്ക് വല്ലത് ഓർമ്മ ഉണ്ടോ?
അപ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓർമ്മണ്ട്, എല്ലാം ഓർമ്മണ്ട്. കാരണം ഓലൊക്കെ ഹാഫിലീങ്ങളായിരുന്നല്ലോ. ഓരോ ആയത്തുകൾ ഇറങ്ങേണ്ട ഓലിങ്ങനെ അപ്പോൾ കാണാതെ പഠിക്കുമായിരുന്നു. ഞങ്ങളൊരു ഭാഗം ഓതുവാർന്നു. അതിൽ ജാഫർ റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങി. ജാഫർ റളിയല്ലാഹു അൻഹു ഓതിയ ഭാഗം ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാഫ് ഹാ യാ ഐൻ സ്വാദ്. വലിയ ബുദ്ധിമാനാട്ടോ. മറിയം സൂറത്ത് തന്നെ ഓതി കൊടുത്തു. അതിൽ മറിയം ബീവി ഈസാ നബിയൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വരുന്നുണ്ട്. ഈസാ നബി തൊട്ടിലിൽ കിടന്നാണ് 33 മുതൽ 33-ാമത്തെ ആയത്തിൽ അവസാനിക്കുന്നത്. 33 വാക്കുകൾ. അതാണ് ഓതിയോടുകൂടെ ആ സദസ്സിൽ കുറെ പണ്ഡിതന്മാർ, അതാണ് ഇവിടെ പറഞ്ഞ കിസ്സീസിങ്ങൾ എന്ന്, റുഹ്ബാൻ എന്ന് പറഞ്ഞ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാൻ പോകുന്നത് നജാഷി രാജാവും ആ പണ്ഡിതന്മാരടക്കം കരഞ്ഞതാണ്. അത് വേറെ ആ സംഭവം വലിയ സംഭവമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുവരെയുള്ള ഭാഗം പറയാം. ഇതിന് പറഞ്ഞപ്പോൾ പിന്നെ നജാഷി രാജാവ് എന്ത് ചെയ്തു അറിയോ? ഇവരോട് പറഞ്ഞു, അതായത് ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇത് ഹബോ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ പോയിക്കോളി. ഏത് നാട്ടിൽ നിന്ന് പോയിക്കോളി എന്നല്ല, നമ്മളുണ്ടല്ലോ ഇപ്പോൾ ഒരാളെ ഇവനെ രണ്ട് കൊടുക്കാണ്ട് കൊടുന്ന് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ചോദിക്കടാ എന്നറിയല്ലോ, എന്നതല്ലൊന്നുമില്ല. ഇത് ഹബോ എന്നിട്ട് പറയാണ്, ഫഅൻതും ബി അർളി യാമിനൂൻ, നിങ്ങൾ എൻ്റെ മണ്ണിൽ നിർഭയര. ജാഫർ റളിയല്ലാഹു അൻഹുവിനോടും ടീമിനോടും പറയാണ്, നിങ്ങൾ എൻ്റെ നാട്ടിൽ ഹബിഷയിൽ, ഇന്നത്തെ എത്യോപ്യാണത്, ഇന്ന് ഭൂപടത്തിൽ നമ്മൾ കാണുന്ന എത്യോപ്യ എന്ന് പറയുന്നതാണ് ഈ ഹബിഷ അല്ലെങ്കിൽ അബുസീനിയ എന്ന് പറയട്ടെ. നിങ്ങൾ എൻ്റെ നാട്ടിൽ നിർഭയരാ മക്കളെ, ഞങ്ങൾക്കൊരു പ്രശ്നം വരില്ല, നിങ്ങളിവിടെ നിന്നോളിയാണ്. അത് മാത്രമല്ല, ഇവർ കൊടുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, പൊളിച്ചില്ല, അദ്ദേഹം പൊളിച്ചില്ല, കൊണ്ടേകോളിയാണ്. അദ്ദേഹം അഭിമാനിയാണ്. അല്ലെങ്കിൽ നല്ല ഭരണാധികാരികൾ സ്വീകരിക്കൂല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം മുഴുവൻ അടക്കി ഭരിച്ചപ്പോഴേ ബിൽക്കിസ് രാജ്ഞിക്ക് കത്തയച്ചല്ലോ, ഇസ്ലാം സ്വീകരിക്കണം വരണം. ബിൽക്കിസ് രാജ്ഞി എന്താ ചെയ്തത്? ആദ്യം ഇയാൾ കൊണ്ടുവരേണ്ട ഇസ്ലാം സത്യമാണോ അല്ലേ എന്നറിയാൻ, ഇയാൾ ഒരു യഥാർത്ഥ പ്രവാചകനും ഭരണാധികാരിയും ആണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിൽക്കിസ് രാജ്ഞി എന്താ ചെയ്ത്? വിലപിടിപ്പുള്ള ഒരുപാട് വസ്തുക്കൾ അടങ്ങുന്ന വലിയൊരു പെട്ടി ഉണ്ടാക്കി, പെട്ടി നിറച്ച് അത് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. ഇത് കൊണ്ടുപോകുന്ന ദൂതന്മാരുടെ രാജ്ഞി എന്താ പറഞ്ഞത്? ഇത് മൂപ്പര് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് മനസ്സിലാക്കുക മൂപ്പര് സത്യമല്ല, മൂപ്പര് ഭൂമി പിടിച്ചടക്കാനും പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ നടക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. അല്ല, ഇയാൾ ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ആ മാർഗം സത്യകാലം നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇസ്ലാം സ്വീകരിക്കാറ്. ബല് കുറേ സ്വർണം അതും ഇതൊക്കെ പാടെ കൊണ്ടുപോയി. സുലൈമാൻ നബി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും ലോകത്തെ മുഴുവൻ പിന്നെ അടക്കി ഭരിച്ച ആളുമാണ്. ബസറിക്ക് ഈത്തപ്പായം കൊണ്ടുപോകുമ്പോൾ ഇവർ കൊണ്ടുപോയത്. എന്നാലും ചില ആൾക്കാർക്ക് എത്ര കിട്ടിയാലും തയ്യലല്ലോ, തന്നെ ചില ആൾക്കാരുണ്ടല്ലോ എല്ലാം പൈസ ഒക്കെ ഉണ്ടാവും, എന്നാലും റോട്ടിൽ നിന്ന് ഒരു 50 ഉറുപ്പിക കിട്ടുകയാണെങ്കിൽ 4 ഭാഗം നോക്കിക്കണ്ട് എടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഒരു ചെറിയ ഇങ്ങനെ ചോദിച്ചു, പൊട്ടൻ ചെറിയ ആകാറുണ്ടോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ വാങ്ങിയേക്കാമായിരുന്നു. പക്ഷേ മഹാനവറുകളാണ് ചൂടായി, എനിക്കിതിൻ്റെ ആവശ്യമില്ല, എനിക്കിതിലേറെ വലുത് റബ്ബ് തന്നിട്ടുണ്ട്, കൊണ്ടേകോളിയാണ്. ഇവരതേറ്റ് മടങ്ങിപ്പോന്നു. ഒരു പരീക്ഷണമായിരുന്നു. പിന്നെയാണ് രാജ്ഞി വന്നത്, ഇസ്ലാം സ്വീകരിച്ചത്. പിന്നെ അവസാനം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതുവരെ കാര്യങ്ങൾ എത്തിച്ചുറപ്പ്. ഇത് ഖുർആൻ നേരെ പറയുന്ന കഥ. എന്നതുപോലെ ഇവിടെ നജാഷി രാജാവ് സ്വീകരിച്ചില്ല, കൊണ്ടേ കൊടുത്തു. ഇത് തിരിച്ചു കൊണ്ടുപോയപ്പോൾ അബൂജഹൽ ആകെ അനുയായികൾക്കിടയിൽ വഷളായി. പക്ഷേ അത് നീരാൻ വേണ്ടി മൂപ്പര് കാട്ടിയെന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു, ഇത് പാരിതോഷികങ്ങൾ കമ്മിയായതുകൊണ്ടാണ്, അതുകൊണ്ട് കുറച്ചും കൂടി പെട്ടി വലുതാക്കിയിട്ട് നമുക്ക് ഇനി പിന്നെ അയാൾക്ക് അറിയാം, അയാൾ സംഗതി പൊട്ടനാണെങ്കിലും അത്ര പൊട്ടനൊന്നല്ല, പൊട്ടത്തിലൊക്കെ കാട്ടും മൂപ്പര്. പക്ഷെ എന്നാലും അയാൾക്കറിയാം. പക്ഷെ എന്താ അറിയോ, ചിലത് അനുയായികളുടെ അടിയിൽ പിന്നെ വോട്ടടക്കാൻ ചില മാർഗങ്ങളൊക്കെ സ്വീകരിക്കും. എന്തായിരുന്നാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉദ്ധരിക്കുകയാണ്. അങ്ങനെ കാടാ മനുഷ്യന്മാർ എന്ന് ജൂതന്മാരോട് പറയും പോലെയാണിത്. ഇവരെല്ലാ കളിയും കളിക്കാമല്ലോ. എന്നാൽ അവിടെ നോക്കി അവസാനം നജാഷി രാജാവ് ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥയും കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയുള്ളൂ. അവര് പറഞ്ഞാൽ അവര് യഥാർത്ഥ ഇഞ്ചിലിനെ അംഗീകരിച്ചല്ല. അപ്പൊ അതില് അന്ത്യപ്രവാചകരെ പറ്റി പറയുന്നത് കൊണ്ട് അവര് കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് അവിടെ പിന്നെ കുറെ കാര്യങ്ങൾ വേറെയും ചോദിച്ചു. അബൂജഹലിന്റെ ആൾക്കാരോട് നജാഷി രാജാവ് ചോദിച്ചു, ഈ പറയപ്പെട്ട മക്കത്തെ പ്രവാചകന്റെ കൂടെ സാധുക്കളാണോ സമ്പന്നരാണോ കൂടുതൽ ചോദിച്ചു?
അത് സാധുക്കളാണ്. വലിയ വലിയ തമ്മിൽ പറഞ്ഞാണ്, പൈസക്കാരും ഒപ്പല്ല കാര്യമായിട്ട് പറഞ്ഞാണ്ട് കളിയാക്കി പറഞ്ഞാണ്. മൂപ്പര് മനസ്സിലാക്കി എന്താ നജാഷി രാജാവ് പറഞ്ഞത്, അത് പ്രവാചകന്മാർ ഏത് കാലത്ത് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആദ്യം അവരെ പാവപ്പെട്ടവലേക്കാരം കൂടുതലുണ്ടാകുക എന്ന് പറഞ്ഞിട്ട്, എല്ലാം പാവപ്പെട്ടവരാണെന്നല്ല, കാരണം അന്ന് സുദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം മുതലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മുതലുണ്ടായിരുന്നു, അങ്ങനെ മുതലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ പാവങ്ങളായ കുറെ ആൾക്കാർ ഒപ്പം. എന്തിനാ വെച്ചാൽ വേറെ കുറെ ആൾക്കാർക്ക് കളിയാക്കാനൊരു കാരണവും അതൊരു പരീക്ഷണമാണ്, അള്ളാഹു പരീക്ഷിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പിന്നെ മൂപ്പര് അദ്ദേഹം അവസാനം എന്ത് ചെയ്തു, ഇസ്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു താല എത്തിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു താല കൃത്യമായിട്ട് പറയാണ്. ഇനി ഒന്നും കൂടി നോക്കൂ. അപ്പോൾ വലതജിദന്ന അഖ്റബഹും മവദ്ദതൻ ലില്ലദീന ആമനുല്ലദീന ഖാലൂ ഇന്നാ നസാറാ. അവരെ കൂട്ടത്തിൽ പിന്നെ സത്യവിശ്വാസികളോട് ഏറ്റവും അധികം സ്നേഹബന്ധം പുലർത്തുന്നത് ഞങ്ങൾ നസാറാക്കളാണെന്ന് പറയുന്നവരെ ഒരു വിഭാഗത്തിന് കാണാൻ കഴിയുന്നു. ഞങ്ങൾ നസാറാക്കൾ, ഒരു അഭിമാനത്തിൽ നസാറാക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈസാ നബിനെ സഹായിച്ചവരാണ് അവർ. അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ആ പേര് വീണതെന്നാണ്. പിന്നെ മാത്രമല്ല, അവരെ കൂട്ടത്തിൽ ആരുണ്ട്, അവരെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്, നല്ല പണ്ഡിതന്മാരെ. ഈ ഉഹ്റവിയായ പണ്ഡിതന്മാരെ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ, എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. പണ്ട് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്ന ആ യോഗത്തിലേക്ക് ആ പണ്ഡിതന്മാരെ നാനാഭാഗത്തുനിന്ന് ഇങ്ങനെ ഫോണൊന്നുമില്ലല്ലോ, അപ്പം ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഖിസ്സീസിനെ പറയുമ്പോൾ അത് നമ്മളിങ്ങോട്ട് തിരിച്ചു നോക്കി, ആ പേരിലല്ലെങ്കിലും ഒരു ഉദാഹരണം പറയണം. അങ്ങനെ പിന്നെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ്ങിൽ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണ്ഡിതനും ബഹുഭാഷാ പണ്ഡിതനും സൂഫി എന്ന് പറയാ, എല്ലാം തികഞ്ഞ മഹാനാണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് വാളക്കുളത്തെ കോയക്കുട്ടി ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ്. അപ്പം എന്ത് ചെയ്തു, ആദ്യം ത്വരീഖത്തിന്റെ ഒരു ഷെയ്ഖും കൂടി ആയതുകൊണ്ട്, ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖ് കൂടി ആയതുകൊണ്ട് പിന്നെ യഥാർത്ഥ ത്വരീഖത്ത്, അപ്പോൾ അദ്ദേഹത്തിനോട് പോയി സമ്മതം ചോദിച്ചിട്ട് ഉസ്താദുമാരങ്ങോട്ട് വിളിക്കാന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, പാങ്ങര ഉസ്താദ് വാളക്കുളത്ത് പോയിട്ട്, നമ്മൾ ഈ മലപ്പുറം ജില്ലക്ക് വലിയ പവറാ, വാളക്കുളത്ത് പോയി അങ്ങനെ കോയക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞു അത്രേ, പിന്നെ ഇങ്ങനെ സമസ്ത രൂപീകരിക്കുകയാണ്, അപ്പോൾ അതിന് ആളുകളെ ഉസ്താദുമാരൊക്കെ ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്, ഓരോ സ്ഥലത്തും പോകണം, വാഹന സൗകര്യമൊക്കെ വളരെ കുറവല്ലേ, 26-ലാണ്, 100 കൊല്ലം അപ്പുറത്തല്ലേ. അപ്പോൾ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞ പോലോ, അത് നല്ല കാര്യമാണ്, ഞാനിപ്പോൾ നിങ്ങളൊപ്പം അതിന് പോരേണ്ട ആളാണ്, പക്ഷെ എൻ്റെ ആരോഗ്യം അനുവദിക്കണില്ല, അതുകൊണ്ട് ഞാൻ ഒരാളെ നിങ്ങൾക്ക് വിട്ടുതരാം, എൻ്റെ മകനെ. അതാണ് ആര്, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ. മനസ്സിലാക്കണം, കോയക്കുട്ടി ഉസ്താദ് അറിയോ, കോയക്കുട്ടി ഉസ്താദാണ് മഴ ഇല്ലാത്തൊരു സമയത്തെ വെള്ളമില്ലേറ്റേ വാളക്കുളത്തെ ജുമഴത്ത് പള്ളിയിൽ ജുമഴക്ക് വെള്ളമുള്ളതൊക്കെ കഴിഞ്ഞു, അസർക്ക് വാങ്ങിക്കൊടുത്തു വെള്ളിയാഴ്ച, ഹൗദിലൊരു തുള്ളി വെള്ളമില്ല, അപ്പോൾ ഇങ്ങനെ ഈ ഓടിങ്ങനെ ഇങ്ങനെ ഇട്ടുകയാണ്, മഴ പെയ്ത ഹൗദക്കിന് ചാടും വെള്ളം, അത് ഇഷ്ടമാണ്. അസർക്ക് വാങ്ങിക്കൊടുത്തതിൻ്റെ ശേഷം ആൾക്കാർ ഇപ്പോൾ വരുമല്ലോ, 10-15 മിനിറ്റ് അല്ലേ സാധാ ഗ്യാപ്പിട്ട്, അദ്ദേഹം ഹൗദുംകാരൊക്കെ വന്നിരുന്നാണ്ട് പറഞ്ഞ പോലെ, പഠിച്ചോനെ ഇജ്ജ് മഴയറണം, ഇജ്ജിപ്പം മഴ എന്നിട്ട് ഈ ഹൗദിന്ന് ഒന്നെടുത്തിട്ട് ഇങ്ങോട്ടേ കോയക്കുട്ടി അസർ സ്കെച്ചുള്ളൂ പറഞ്ഞു. അവിടെയിരുന്നു അന്തരീക്ഷം മേഘാവൃതായി, മഴയാണ് പെയ്തു. ഇഖാമത്തിന്റെ സമയമായപ്പോഴേക്ക് ആ ഹൗദിൽ വെള്ളം നിറഞ്ഞതാ. ഇത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത സംഭവമാണ്. അപ്പോൾ ഓലൊക്കെ ഈമാനോക്കി, ഓലൊക്കെ ഈമാനോക്കി, മഴ പെയ്തു. ആ കോയക്കുട്ടി ഉസ്താദ് വരെ ഞാനും പോരണ്ടാണ് ഇതിന്, പക്ഷെ ഞാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് എൻ്റെ മകനെ വിട്ടരാണ്. ആ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഓലൊക്കെ ഉണ്ടാക്കിയാണ് ഈ സംവിധാനം. അതാണ് 100 കൊല്ലം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നത്, മനസ്സിലായില്ലേ? 15 നൂറ്റാണ്ടായിട്ടും ഖുർആൻ അങ്ങനെ നിലനിൽക്കാനുള്ള പിന്നെ അർഹത ഉണ്ടായിട്ടാണല്ലോ, അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. യമകാരശ്ശേരി പറയും, നിങ്ങളിപ്പോൾ ആ 14 നൂറ്റാണ്ടിൽ ഭാഗം കൊണ്ടെടുക്കുകയാണ്, അപ്പോഴും ഉണ്ടല്ലോ, എന്താ നശിച്ചു പോകാത്ത, ഇങ്ങനെ വകുപ്പുണ്ടായിട്ടാണല്ലോ എന്നതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് അങ്ങനെ നോക്കൂ, ഒരു ദർസിലൊരു കുട്ടി, ആ കുട്ടീൻ്റെ ഭക്ഷണം കൊടുക്കുന്ന വീട്ടിലെ ആൾ മരിക്കുകയാണ്. പിറ്റേന്ന് മുതൽ ആ കുട്ടി ആ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോണില്ല.
കുട്ടിൻ്റെ ഉസ്താദ് കുട്ടിനോട് ചോദിക്കുകയാണ്, എന്താ മോനെ ഭക്ഷണത്തിന് പോകാത്ത? അപ്പോൾ ആ കുട്ടി പറയാണ്, അവിടുത്തെ ആൾ മരിച്ചില്ലേ, ഇനിയിപ്പോൾ അവിടെ ഉള്ളത് യത്തീം കുട്ടികളല്ലേ, ഇനി ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ അത് യത്തീം കുട്ടികളത് തിന്നോന്ന് വരൂലേ, അതെനിക്ക് പറ്റുമോ എന്നൊരു കുട്ടി ചോദിച്ച കുട്ടിയാണ് പിന്നെ ആരായി വന്നത്? കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന ആ മഹാന്റെ ദർസ് പഠിക്കുന്ന അനുഭവമാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്താ പോലൊക്കെ സൂക്ഷ്മത. കുട്ടിയായിരുന്ന കാലത്ത് അത്രത്തോളം കടന്ന് ചിന്തിക്കണമെങ്കിൽ ഇതാണ് ഔലിയാക്കൾ, മഹ്ഫൂദീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാവലാണുള്ളത്. ആ കണ്ണിയത്ത് ഉസ്താദാണ് പിന്നെ നമുക്ക് യാത്ര നൽകുന്നത്. ഇങ്ങനെ ആലോചിച്ച് നോക്കി. അതാണ് പിന്നെ നമ്മൾ സാധാരണ പറയാം, നാടും നഗരം ഇളക്കിയും മറിക്കാം. അതാണ് ഇപ്പം ഞാൻ പോരും പണ്ട് മദ്രസിലെ കുട്ടികളെ ഘോഷയാത്ര അല്ല, സമസ്തൻ്റെ പ്രചരണം. എല്ലായിടത്തും അതാ ചർച്ച, എല്ലായിടത്തും അതാ ചർച്ച. വാർഷികങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സമ്മേളനം ഉണ്ടല്ലോ, കടപ്പുറത്തല്ലേ നമ്മൾ സാധാരണ കൂടെ ഒരു 10 കടപ്പുറത്തിൻ്റെ വലിപ്പമല്ല അവിടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മളെ ക്ലാസ് നടക്കൂല. നമ്മളെ ക്ലാസ് ഒരിക്കലും ഒഴിവാകലില്ല കേട്ടോ. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഏകദേശം ആളുകളൊക്കെ തലേന്ന് തന്നെ പോകും, ക്യാമ്പിൽ കൊണ്ടുപോലുണ്ടാവും. അതോടുകൂടെ തന്നെ ഞായറാഴ്ചത്തെ പൊതുസമ്മേളനത്തിന് തന്നെ മിക്ക നമ്മളെ മഹല്ലുകളിൽ നിന്നൊക്കെ പോകുന്നത് രാത്രി തന്നെ പുറപ്പെടും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ഉണ്ടാവില്ല. പോകാൻ കഴിയുന്നതിലൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. ആരോഗ്യപരമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാഹ് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കിസ്സീസിനെ പറഞ്ഞപ്പോൾ ഒന്ന് ഉണർത്തിയതാണ്. നല്ല പണ്ഡിതന്മാർ ആ നജ്ജാശി രാജാവിൻ്റെ ആ ദർബാറിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യങ്ങൾ മൂടിയേക്കണില്ല. അതുകൊണ്ടാണ്. പിന്നെ റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ, റഹബ് എന്ന് പറഞ്ഞാൽ തന്നെ, റാഹിബ് എന്ന് പറഞ്ഞാൽ സാഹിദ് എന്നാണ്. അതായത് ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർ. ഇനി രണ്ടാമത് പറയുന്നത് പിന്നെ ഈ റുഹ്ബാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതും പണ്ഡിതന്മാർ തന്നെ, പുരോഹിതന്മാർ എന്നൊക്കെയാണ്. പക്ഷെ അവിടെ കിസ്സീസിനെ പറഞ്ഞിട്ട് റുഹ്ബാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രത്യേക ഉദ്ദേശം എന്താ പറയുക, വളരെ ഭക്തരായ ജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കൊട്ടാരത്തിലാണെന്ന് ഓർക്കണം. കൊട്ടാരത്തിലൊക്കെ ആകുമ്പോൾ എല്ലാ രാജാവിൻ്റെ അടുത്ത ആൾക്കാരാകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താലോ. എന്നാൽ അതിലൊന്നും വലിയ താല്പര്യമില്ലാതെ വളരെ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ആളുകൾ, ഓൽക്ക് ഒട്ടും അഹങ്കാരമില്ല. എന്നാൽ ഇപ്പുറത്ത് കഅബ് അഷ്റഫിന് വിവരമുണ്ട്, ഓൽക്കുള്ള കൊട്ട് കൊടുക്കണം അല്ലാഹു വന്നു നല്ല വിവരമുണ്ട് എന്ന് പറയാണ്. എന്നിട്ടോ ഓലാണ് ഈ കുത്തിരിപ്പുണ്ടാക്കുന്നത്, ഓലാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഓലാണ് മക്കത്തെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട നേതാക്കന്മാരെ കണ്ടിട്ട് മുഹമ്മദ് നബിക്കെതിരെ നമുക്കൊന്ന് നോക്കുക, 2 കൂട്ടർക്കും കൂടി ഒന്നിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഓലോട് പറയാം, അങ്ങനല്ല വേണ്ടത്, നിങ്ങൾ അബസീനിയയിലെ ആ നസ്വാറാക്കളുടെ ചരിത്രം കണ്ട് പഠിക്കൂന്ന് അള്ളാഹു എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ആ വലിയൊരു സന്ദേശം അള്ളാഹു തആല കൊടുക്കുകയാണ്. ഇനി അവിടെ നജാശി രാജാവിൻ്റെ അവിടെ ഉണ്ടായ വേറെ ചില സംഗതികളാണ് അടുത്ത ആയത്തിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒരു കാര്യം കൂടി ഇന്ന് പറയാം. ഇന്നിപ്പോൾ നാളെ നമുക്ക് അവിടെ ഞാൻ കുറച്ചും കൂടി പറയാൻ കരുതിയാണ്. പക്ഷെ നാളെ നമുക്ക് ബറാഅത്തിരാവാണ്. അപ്പോൾ നമ്മളെ സഹോദരിമാർക്കൊക്കെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഓൽക്ക് നമുക്കും തന്നെ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തണമല്ലോ. അപ്പോൾ ഞാൻ അത് സംബന്ധമായി കുറച്ച് കാര്യങ്ങൾ
പരിശുദ്ധ ഖുർആന്റെ പേരുകൾ, അതുപോലെ തന്നെ അള്ളാന്റെ പേരുകൾ, നബിയുടെ പേരുകളൊക്കെ പറയുമ്പോൾ ഈ പേരുകളുടെ ആധിക്യം യഥാർത്ഥത്തിൽ ആ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കുന്നു എന്ന് പറഞ്ഞമാർക്ക് നോക്കൂ, വർഷത്തിലെ ഒരൊറ്റ രാവിന് അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. ഇതന്നെ നാളത്തെ രാത്രിയുടെ വലിയ മഹാത്മ്യം അറിയിക്കുന്നു. നോക്കൂ, റമദാനാണല്ലോ വരേണ്ടത്. റമദാനെ നമ്മൾ നല്ല ശുദ്ധിയോടുകൂടെ സ്വീകരിക്കണം എന്നാണ്. നമ്മൾ നനച്ചുളിയൊക്കെ നടക്കുന്നത് വീടായിട്ട് എല്ലാ കാര്യങ്ങളും ആകെ ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ ജനവാതിന്മേലൊക്കെ പറ്റി പിടിച്ച് കയറിക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. അവളെ എല്ലാവരും കാര്യമായിട്ട് പെണ്ണുങ്ങൾക്കൊക്കെ പതാളു നനച്ചുളി എന്ന് പറഞ്ഞിട്ട് ഓട് വരെ കേൾക്കുന്നുണ്ട്. ചിലയിടത്ത് ഓടിട്ട വീടിൻ്റെ, ചിലയിടത്ത് ഭൂകമ്പം നടന്നായിരിക്കാം. അലമാരി സർവ്വസാധനവും പുറത്താണ്. അതെന്താ വെച്ചാൽ ഒരു ഒരുക്കാണ്. എന്നാൽ അതേപോലെ മാനസികമായിട്ടൊരു ഒരുക്കം വേണം. എല്ലാം തെളിഞ്ഞ അവസ്ഥ. നാളത്തെ രാത്രിയോടുകൂടെ നമ്മൾ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടൊരു കളങ്കമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തണം. ഇത് അങ്ങനത്തെ ഒരു രാത്രി വർഷത്തിൽ ഒന്ന് മാത്രമാണ്. ഷഫീമാൻ പറയുന്നത് 5 രാത്രികളിൽ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന, അതിലൊന്ന് പിന്നെ ഇതാണ് ശഅബാൻ 15-ന്റെ രാവാണ്. മറ്റൊന്ന് റജബ് 1-ന്റെ രാവാണ്, കഴിഞ്ഞു. മറ്റൊന്ന് വെള്ളിയാഴ്ച രാവാണ്. മറ്റൊന്ന് ആഴ്ചയിൽ കിട്ടും. ചെറിയ പെരുന്നാൾ രാവാണ്, കൊല്ലത്തിലൊരിക്കൽ ബലി പെരുന്നാൾ രാവ്. ആ 2 രാവും നമ്മൾ ശ്രദ്ധിക്കലില്ല. അന്ന് ഭയങ്കര സന്തോഷമായിക്കാരം. ചെറിയ പെരുന്നാളാണെങ്കിൽ നോമ്പണ് കഴിഞ്ഞല്ലോ എന്നേക്കാരം ചില ആൾക്കാർ. മറ്റേനോ വലിയ പെരുന്നാളല്ലേ, 4 ദിവസം അടിച്ചു പൊളിച്ചാന്നുള്ള. അപ്പോൾ ദ്വാരക്കാനൊക്കെ മറക്കും. പക്ഷെ അത് ഉത്തരം കിട്ടുന്ന രാവുകളാണ്. അപ്പോൾ നമ്മൾ മറക്കരുത്. നോക്കൂ, നമ്മൾ സാധാരണ പറയല് ലൈലത്തുൽ ബറാഅ എന്നാണ്, മോചനരാവ്. മോചനരാവ് എന്താണ് അങ്ങനെ നമുക്ക് പേര് വരാൻ കാരണം എന്നറിയോ? ഈ ശഅബാൻ 15-ന്റെ രാവിന് മോചനരാവ് എന്ന് പേര് വരാൻ കാരണം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും വീട്ടിൽ കടന്നു. ഇന്ന് നമ്മളെ പച്ചക്കുബൻ്റെതായ അവിടെ ഇരുന്നു വീട്. അങ്ങനെ രാത്രി ആയപ്പോൾ നബി തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ജിബ്രീൽ എന്ന മലക്ക് വന്നു കൊടുത്തപ്പോൾ നബി തങ്ങൾ എഴുന്നേറ്റു. ആയിഷ ബീവി നല്ല ഉറക്കം ഉണ്ടാതെ നബി തങ്ങൾ ഇറങ്ങിപ്പോയി. നബി തങ്ങൾ പോയതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു. ഉണർന്നു നോക്കുമ്പോൾ, അടുത്ത് നോക്കുമ്പോൾ നബിനെ കാണാനില്ല. അതിൽ ആയിഷ ബീവി കരുതി എന്താ, അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഹഫ്സ ബീവിൻ്റെ വീട്, അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് മൈമുന ബീവിൻ്റെ, സൈനബ ബീവിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആയിഷ ബീവി കരുതി എന്നെ വല്ല ഉറക്കിയിട്ട് ആള് വല്ല സ്ഥലം വിട്ടാണ്, വേറെ ഏതോ ഭാര്യമാരുടെ അടുത്ത് പോയതാണെന്ന് കരുതി. എന്നാ പിന്നെ അത് പിടിക്കണം എന്ന് കരുതിയിട്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വസ്ത്രമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് പുറത്തിറങ്ങി. മദീനി പോയവർക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടും കേട്ടോ. ആ പച്ചക്കുപ്പൻ്റെതായ അവിടെ ഉള്ളോ, അവിടുന്ന് ഇങ്ങനെ പുറത്ത്, ഇത്ര വിപുല സംവിധാനം ഒന്നുമില്ലല്ലോ. ആ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീൽ നബി തങ്ങൾ ദുആയിരിക്കണം. ആ സ്വാതിരാ സമയത്ത് അതിൽ ഉള്ളിൽ തന്നെ വലിച്ചു. അത് നബി തങ്ങൾ കണ്ടു, വരേണ്ടതും പോകുന്നതൊക്കെ. നബി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, ആയിഷ, അല്ല അള്ളാന്റെ റസൂൽ എന്നെ വഞ്ചിച്ചു എന്നിട്ട് കരുതിയത് ഇന്നത്തെ രാവിലെ ഏതാന്ന് അറിയോ? ഇത് ബറാഅത്ത് രാവാണ്, ശഅബാൻ 15-ന്റെ രാവാണ്. ഇങ്ങോട്ട് നബി തങ്ങൾ പറഞ്ഞത് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമമനുസരിച്ച്, എണ്ണനുസരിച്ച് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണിത്. ഈ കൽബ് ഗോത്രത്തിന് എന്താ പറയാൻ കാരണം എന്നറിയോ? കൽബ് ഗോത്രക്കാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവര് നല്ലോണം ആടുകളെ വളർത്തും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നല്ല ആടിനെ വേണമെങ്കിൽ ഓലോട് ചോദിച്ചാൽ മതിയാറി, ഓലാണ് അതിൻ്റെ ആൾക്കാർ എന്നറിയാം. ഇപ്പം നമ്മളിപ്പോൾ നല്ലൊരു കന്നിനെ വേണം ഒലിയത്തിന് അല്ലെങ്കിൽ അക്കീക്കത്തിന് എന്നൊക്കെ പറഞ്ഞാൽ മുരിയാളിക്കൽ തന്നെ, പിന്നെ നിങ്ങൾ ഇടക്കര പോയിക്കോളി അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല കന്നച്ചവടക്കാർ ചില ഏരിയ തന്നെ കാരണം. ഇപ്പം ഇന്നാള് നമ്മളവിടെ ഒരാൾ ഗൾഫിക്ക് പൂളാണെന്നാണ്, പൂളാഫീസ് പോയിക്കോളിയാണോ. തമാശല്ല കേട്ടോ, തമാശല്ല. അയാൾ ആ പിന്നെ ആനക്കയം പഞ്ചായത്തിൻ്റെ അങ്ങേ തലക്കുള്ള ആളാണ്. ആരോ തമാശ പറഞ്ഞ അയാൾ ഇങ്ങോട്ട് വണ്ടി എടുത്ത് വന്നുണ്ട് പൂള ഓഫീസിൽ. പക്ഷെ പൂള കിട്ടിട്ടോ, അങ്ങനെ വന്ന് തന്നെ കയറല്ലേ, അങ്ങനെ വന്നാണ് പൂള ഓഫീസ്. പേരില്ലേ ചിലതിലൊക്കെ പേരിൽ വല്ല അർത്ഥം ഉണ്ടാവും. എന്ന് പറഞ്ഞമാർക്ക് അവിടെ പോയാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വർണ്ണത്തിന് ഏരിയ കൊടുവള്ളി പോയാൽ മതി അറിയില്ല, വലിയ പോകണ്ടോ, ഭയങ്കര വിലയാണ്, കയറാണ് റോക്കറ്റ് കയറും പോലെ. അപ്പോ എന്നതുപോലെ കൽബ് ഗോത്രക്കാർ ആടുകളുടെ ഒരാൾക്കാരാണ്. അതുകൊണ്ടാണ്
ഇനി നോക്കൂ, അപ്പോ അതെന്തിനാ അങ്ങനെ പറഞ്ഞറിയോ? കോടിക്കണക്കിന് ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുന്ന രാവാണ് ഏത് രാവ്. ഇതാണ് ഇപ്പൊ ഇതിന്റെ രേഖ, തെളിവ്. അപ്പോ ലൈലത്തുൽ ബറാഅ എന്ന് പറഞ്ഞാല് ബറാഅത്തിന്റെ രാവ് എന്ന് പേര് വരാൻ കാരണം അതാണ്, മോചനരാവാണ്. ലൈലത്തുർ റഹ്മ എന്ന് പേര് വരാൻ കാരണം എന്താ? പരിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ദുഖാൻ സൂറത്തില് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ പേര് ലൈലത്തു മുബാറക അതും അതിന് വന്നാണ്. അതായത് അള്ളാഹു പറയാണ്, ഹാമീം കൊണ്ട് തുടങ്ങി, എന്നിട്ട് പറയാണ് വൽ കിതാബിൽ മുബീൻ, സ്പഷ്ടമായ വേദഗ്രന്ഥത്തെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. പരിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയത് അനുഗ്രഹീത രാവിലാണ്, മുബാറക്കായ രാത്രിയിലാണ്. മുബാറക്കായ രാത്രി. ഈ മുബാറക്കായ രാത്രി ഏതാണ്? ശഅബാൻ 15 രാവാണ്. ഇപ്പൊ ഇന്ന് ചിലരൊക്കെ പറയും, വെറുതെ പറയണം, അങ്ങനെ പറയരുതേ. നമ്മളെല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും കാണാം, ദുഖാൻ സൂറത്തിന്റെ വ്യാഖ്യാനത്തില് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക പഠിക്കണ്ടേ? അതൊക്കെ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്നിട്ട് ഇങ്ങനെ തുടങ്ങും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, പിന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്നത് ശഅബാൻ 15 രാവാണ്, ബറാഅത്ത് രാവാണത്. അപ്പൊ പിന്നെ നമുക്ക് സംശയം വരിക, ഖദർ സൂറത്തിൽ എങ്ങനെയാ പറഞ്ഞത് ഖുർആൻ ഇറങ്ങിയത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖുർആൻ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്, അത് റമദാനിലാണ്. അൽ ബഖരി പറയുന്നു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ ഒരായത്തിൽ റമദാനിലാണ് ഇറങ്ങിയത്, ഒരായത്തിൽ ലൈലത്തുൽ ഖദറിലാണ്, ഒരായത്തില് പിന്നെ ശഅബാൻ 15 രാവിനാണ്. എന്തെങ്ങൾക്ക് ഇതൊരു ഉറപ്പൊന്നുമില്ല എന്ന് പറയും ചില ആൾക്കാർ. അങ്ങനെ പറയും, ഉസ്താദുമാര് ശഅബാൻ വന്നാൽ പിന്നെ ശഅബാൻ 15 രാവ് പറഞ്ഞ് ഖുർആൻ ഇറങ്ങിയാണെന്നൊക്കെ പറയും. ഇനി റമദാനിൽ ലൈലത്തുൽ ഖദർ വരുമ്പോ വെള്ളിയാഴ്ച തന്നെ കാണും. ഇതിപ്പോ അമ്മ വന്നപ്പോ അമ്മന്റെ ഭാഗത്ത് അങ്ങനെ പറഞ്ഞു, എളാപ്പ വന്നപ്പോ വാപ്പി വീട്ടിലെ വാപ്പ എളാപ്പാന്റെ ഭാഗത്ത് പറഞ്ഞു. മകൻ പറയാം, നിങ്ങൾക്ക് എന്താ അതൊരു കൊടുത്തല്ലേ, എല്ലാവർക്കും മഹത്വം. ആ അമ്മനുള്ള മഹത്വം അമ്മോനുണ്ടാവും, എളാപ്പാക്കുള്ള മഹത്വം രണ്ട് നിലക്കാണ് എന്ന് പറഞ്ഞ പോലെ ഇത് വൈരുദ്ധ്യം കേട്ടോ. ഒരൊറ്റ ഖുർആൻ ഇതങ്ങനെ പല സമയത്തിറങ്ങിയാണ് ഒക്കെ ശരിയാ. ഇതെന്താ സംഭവം എന്നറിയങ്ങള്? മുബാറക്കായ രാത്രിയിൽ ഖുർആൻ ഇറക്കിയെന്ന് ദുഹാൻ സൂറത്തിൽ പറഞ്ഞ് അത് ശഅബാൻ 15 രാവാണെന്ന് പറയാൻ കാരണം, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലക്കുകൾ ഖുർആനിനെ പകർത്തി എഴുതിയതെന്നാണ്. ശഅബാൻ 15 രാവിലാണ്, അതാണ് അന്ന് ഖുർആൻ ഇറങ്ങിയത് അറിയുന്നത്. ശഅബാൻ 15 രാവിന് ആണ് എന്ത് ചെയ്ത് മലക്കളത് എഴുതിയെടുത്തത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്. ആ പകർത്തിയെടുത്തത് തൊട്ടടുത്ത റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിലാണ് 1-ാം ആകാശത്തേക്ക് ഇറക്കിയത്. അതാണ് ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി അറിയുന്നത്. ലൈലത്തുൽ ഖദർ റമദാനിലായതുകൊണ്ടാണ് റമദാനിൽ ഖുർആൻ ഇറങ്ങിയെന്ന് പറയുന്നത്. ആ 1-ാം ആകാശത്ത് നിന്ന് ആവശ്യാനുസരണം നബിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തു. അതാണ് 23 കൊല്ലം കൊണ്ട് ഇറങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ എവിടെയും വൈരുദ്ധ്യമല്ല. അപ്പൊ എന്തായി? ആ പകർത്തി എഴുതാൻ തുടങ്ങിയത് ഒരു പന്തലിന് കാൽ നാട്ടി അന്നാണ് അറിഞ്ഞില്ലേ? അത് തുടക്കാണല്ലോ, അങ്ങനെ പറയാലോ. സമ്മേളനം തുടങ്ങിയ അന്നാണെന്ന് പറയാലോ. ഒരു നിലക്ക് അന്ന് തുടങ്ങേണ്ട ഇന്നല്ലേ വെച്ചാൽ കാൽ നാട്ടിയിട്ട് പരിപാടി പണി തുടങ്ങിയില്ലേ എന്ന് പറഞ്ഞ പോലെ മുബാറക്കായ രാത്രി. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ പകർത്തി എഴുതാൻ അല്ലാഹു തആല തീരുമാനിച്ച ആ രാവ് എന്തായി? ആ രാവാണ് എന്തായത്? ഈ വളരെ പ്രധാനപ്പെട്ട ഈ രാവായി മാറിയത്. അതുകൊണ്ടാണ് ആ രാവിന് വലിയ മഹത്വം അല്ലാഹു തആല നൽകിയത്. അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അതാണ് ലൈലത്തുൽ മുബാറക. പിന്നെ അതേ ആയത്തിൽ തന്നെ തൊട്ട് താഴെ അല്ലാഹു തആല പറയുന്നുണ്ട്,
ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ ബറാഅത്ത് രാവിൽ ബലവത്തായ സർവകാര്യങ്ങളും ഏൽപ്പിക്കുന്ന രാവാകുന്നു അത്. അതായത് എന്താ അറിയോ, രേഖപ്പെടുത്തുന്ന രാവാണ്. എന്താ സംഭവം എന്ന് വെച്ചാല്, പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയേണ്ട ഈ 2 ലൈലത്തുൽ ഖദ്റാണ്. മൂപ്പര് ശഅബാൻ 15 വേറെ തെളിവുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹു മോശക്കാരനല്ല, നമുക്കൊക്കെ അവലംബിക്കാലോ, ഒക്കെ നബിയിൽ നിന്ന് പഠിച്ചത് തന്നെ, എല്ലാം ശരിയാണ്. അപ്പോ അവിടെ നമുക്ക് സംശയം വരും, ലൈലത്തുൽ ഖദറിലല്ലേ കണക്കാക്കണ്ട്? ഇപ്പൊ നമ്മുടെ എഴുതാത്തൊരു പേരുണ്ട്, ഏതറിയോ? ഈ പിന്നെ രാവിന്, ബറാഅത്ത് രാവിന് ഒരു പേരും കൂടി ഉണ്ട് പ്രധാനപ്പെട്ട, അത് ലൈലത്തുൽ തഖ്ദീർ എന്നാണ്. ലൈലത്തുൽ തഖ്ദീർ കണക്കാക്കുന്ന രാവ്. അപ്പൊ ലൈലത്തുൽ ഖദറിന് റമളാനിലെ ഉസ്താദെ കണക്കാക്കല് എന്തറിയോ? അത് കൈമാറ്റാണ്. കണക്കാക്കല് എന്നാണ് പിന്നെ ശഅബാൻ 15 രാവിനാണ്. അത് ഔദ്യോഗികമായിട്ട് മലക്കുകൾക്ക് ഏൽപ്പിക്കുന്നത് ലൈലത്തുൽ ഖദർ, ലിസ്റ്റ് കൈമാറുന്നത് ലൈലത്തുൽ ഖദറിലാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ലൈലത്തുൽ സ്വഖ് ഈ പേര് വരാൻ കാരണം എന്താ? ലൈലത്തുൽ സ്വഖ് എന്ന് പേര് വരാൻ കാരണം ഈ രേഖപ്പെടുത്തലുകൊണ്ടാണ്. അപ്പൊ നോക്കൂ, ഒരു കൊല്ലത്തെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തും എന്ന് ശഅബാൻ 15 രാവിലെ. അത് ആ ലിസ്റ്റ്, രേഖപ്പെടുത്തിയ ലിസ്റ്റ് കൈമാറുന്നത് അടുത്ത മാസം. ഈ രാത്രിയുടെ പേരാണ്. അതുപോലെ ഈ പിന്നെ വിഹിതിക്കും, മഴ എത്ര, ഭക്ഷണത്ര, ഇതൊക്കെ വിഹിതിക്കും. അതാണ് ലൈലത്തുൽ ഖിസ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷാഫി ഇമാം പറഞ്ഞത് ഉത്തരം കിട്ടുന്ന രാവാണ്. ദ്വാരുന്ന നല്ല ഉത്തരം കിട്ടുന്ന രാവായതുകൊണ്ടാണ് ലൈലത്തുൽ ഇജാബ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാത്രിയിൽ നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഹതഭാഗ്യവാന്മാരാണ്, വലിയ നിർഭാഗ്യമാണ്. ഒരുവിധ ആൾക്കാരൊക്കെ ഒന്ന് കഴിച്ചിലാവും. പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാകണം അവൻ. അതുകൊണ്ടാണ് വേറൊരു പേരും കൂടി ഇവിടെ ചെയ്ത ലൈലത്തുൽ തക്ഫീർ. ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. എല്ലാം നമ്മളെ രേഖീന്ന്, കർമ്മരേഖീന്ന് അതിനെ മായ്ക്കണം. വിശുദ്ധ ഖുർആനില് പിന്നെ റഅദ് സൂറത്തില് ഒരു ഹഫളത്തിന്റെ മലക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഊഴമായിട്ട് വരുന്ന മലക്കുകൾ. വേറെ 1-2 ആയത്തുകൾ റഖീബ് അനീദ്, അതിന്റെ ആ മലക്കുകളെ പറ്റി പറയുന്നത്. എന്തായിരുന്നാലും എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ, നീതി അനീതി വരൂല, നന്മ തിന്മകൾ എഴുതും. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യം ഉള്ളത്, ആ മുസ്ലിങ്ങളൊക്കെ ഓൽക്ക് ഈമാൻ ഇല്ലാത്തത് കൊണ്ട് ഒന്നും നന്മയായിട്ട് പരിഗണിക്കൂല. അപ്പൊ റഖീബിനൊരു പണിയില്ല അല്ലേ? അങ്ങനെ ചോദിക്കുമല്ലോ. ആ, പണിയില്ല. പണിയുണ്ട്. എന്താ അറിയോ, ഒരു വിശ്വാസമില്ലാത്ത ഒരാള് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതേ അതീതാണ് ഇത്. കള്ളു കുടിച്ചാലും ദാനം ചെയ്താലും. പക്ഷെ അത് ആര് സാക്ഷിയാകും? റഖീബ് സാക്ഷിയാകുന്ന. നമുക്കങ്ങനെ അല്ല. അടിസ്ഥാനപരമായി ഈമാൻ ഉണ്ടെങ്കിൽ ഇത് 2 ഭാഗത്തേക്ക് തന്നെ പയക്കൂല. അവിടെ ഒരു മൈക്ക് ഓപ്പറേറ്റർ ചോദിച്ചു, അല്ല ഉസ്താദെ, ഞാൻ ചിലപ്പോൾ ഈ മൈക്ക് ക്ലിയർ ചെയ്യുമ്പോ ഇതൊക്കെ ഇരപ്പെടുക അയച്ചു. അല്ല റഖീബ് എത്തിയത് എഴുതുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകുവാണ്. അപ്പൊ ഞാൻ തമാശക്കനെ മലപ്പുറത്ത് നിന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മലപ്പുറത്ത് കുന്നുമ്മ കാണാൻ ചിലപ്പോ തിരൂരിക്ക് ആളെ വിളിക്കുകയാണ് കണ്ടക്ടർ. അതേതാ ഇടപെടുക ചോദിച്ചാൽ മൂപ്പരോടെ തിരൂർ 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 അതുകൊണ്ട് സ്പീഡ് കൂട്ടി നമ്മൾ കേൾക്കേണ്ട തുറന്നാണ്. അതേലെവിടെ? ഞാൻ പറഞ്ഞു, അത് ജോലിന്റെ ഭാഗമല്ലേ, അത് ജോലിന്റെ ഭാഗമാണ്. ഒന്നും മിണ്ടാതെ അങ്ങനെ വന്നാൽ ആൾക്കാർ കയറൂല. അപ്പൊ ആൾക്കാരെ കയറ്റി ഉപജീവനത്തിന് ആ ഒരു വഴി സ്വീകരിച്ച പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ അത് റഖീബ് എഴുതിക്കോളും. നിങ്ങൾ മൈക്ക് ശരിയാക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്രസംഗിക്കാൻ വരുന്നോല് അല്ലെങ്കിൽ എന്ത് പരിപാടിക്കാൻ വരുന്നോല് ഇത് ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുതലാളിക്ക് നഷ്ടീകാരം. നിങ്ങൾക്കും പ്രശ്നമാണ്. ഞാൻ ഈ പണിക്ക് പറ്റൂല, നിങ്ങൾ ഈ പണിക്ക് പറ്റൂല അറിയില്ല. അപ്പൊ അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. മൂപ്പരിങ്ങനെ ചിരിച്ചു, സന്തോഷമായിരിക്കണം. വെറുതെ അങ്ങനെ പറയും വേണ്ട, ക്ലിയർ ആണെങ്കിൽ പിന്നെ കഴിയുമ്പോൾ തന്നെ വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞമ്മക്ക് അതൊക്കെ തോന്നുള്ളൂ കേട്ടോ, ഇത് എയിലപ്പെടുത്തുക എന്നുള്ളത്. അത് മലക്കുകൾക്ക് അത് എയിലപ്പെടുത്തേണ്ടത് കൃത്യമായിട്ട് അറിയാം. അതൊന്നും പാളൂല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണ അനുസരിച്ച് ദോഷം പൊറുക്കപ്പെടുന്നാല് ഇൻഷാല്ലാഹ് എന്തായിരുന്നാലും നമ്മളതിൽ പറയണം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പരമ്പരാഗതമായി മോമിനീങ്ങളുടെ മോമിനീങ്ങളുടെ മൊത്തം വഴി പയക്കൂല. അങ്ങനെ ഒരു സംഗതിയാണ് എന്ത്, ബറാഅത്തിരാവ് വന്നാൽ നമ്മളെല്ലാവരും 3 യാസീൻ ഓതൂല്ലേ? അതാരും മറക്കണ്ട, ആരും മറക്കണ്ട. സഹോദരിമാരോട് പ്രത്യേകം പറയാനുള്ളത്, ഒരു ചിലപ്പോൾ അടുക്കളയിൽ നിന്ന് കരോത്
ഓതുക. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാല് അതങ്ങനെ നീട്ടി വലിച്ചങ്ങനെ ഓതും. എന്നിട്ട് പിന്നെ ഓരോട് തന്നെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഓതിയിലമ്മ ഓതിയൊക്കെ ചെയ്തോടാ, ഞാൻ അടുത്ത കൊല്ലം നോക്കി ഒരു തുമ്പിട്ടിയില്ല. ആ കുട്ടികളെ ഒച്ചയും പൊളിയും ഈ ഗ്യാസിന്റെ മറ്റേ ഗ്യാസല്ല മറ്റേതുണ്ടല്ലോ കുക്കറിന്റെ അതിന്റെ പൂക്കൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഇത് ഒന്നായിട്ട് വെന്ത് കലങ്ങുക. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ഗ്യാസിന് പിന്നെ ചില മുവീനൊക്കെ വിട്ടുപോകും. അപ്പൊ അങ്ങനെ ഓതിയാൽ നമുക്ക് മനസ്സിന് തൃപ്തി ഉണ്ടാവില്ല. എൻ്റെ പിന്നെ നാട്ടുകാരനായ ഒരാള് മുമ്പ് പിന്നെ സഹോദരന് ഉംറ കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ചോദിച്ചൊക്കെ റാഹത്തായി ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു റാഹത്തായി. പിന്നെ ജിദ്ദിയിൽ മകൾ അവിടെ പോയിരുന്നു, പിന്നെ റിയാദിൽ പോയത് പറഞ്ഞു ഒക്കെ പോയിരുന്നു. അപ്പൊ ഇങ്ങനെ ചെറിയാറുണ്ട് മൂപ്പര് അവിടെ പോയതും ഇവിടെ പോയതോ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചേ ഉംറൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അതിപ്പോ പറയാക്കന്നല്ല, അത് തുമ്പിട്ടിരില്ല. അപ്പൊ ഇത് കൊട്ടും കോലും കൊടുത്ത് ഭയങ്കര ജഗപൊകാക്കി പോയതാണ് ദ്വാരക്കൊണ്ടി അറിഞ്ഞാണ്ട്. പക്ഷേ മൂപ്പര് കഴിഞ്ഞ സമയം കിട്ടിയില്ല. മൂപ്പരെന്ത് ചെയ്തു, അവിടേക്ക് എല്ലായിടത്തും പോയി എല്ലാവരുടെ നമ്പറും സംഘടിപ്പിച്ച് ചെറിയ ഡയറിയിൽ എഴുതിച്ച് പോയിക്കാണ്. ഈ വിളിക്കേണ്ടവരൊക്കെ ഇനിയിപ്പോൾ അയാളെ വിളിച്ചില്ലെങ്കിൽ മോശമല്ലേ എഴുതി വിളിച്ചേക്കാം. ഒരാള് അൽഫാമും ഒരാൾ അവിടുത്തെ മറ്റേതും അൽബൈക്കും അതൊക്കെ നല്ല ഉഷാറായി. എന്നിട്ട് മൂപ്പരെന്നെ പറയാണ് ഉംറക്ക് ഒന്നുകൂടി പോകണം. ഇതേമാതിരിക്കാണ് നമുക്ക് യാസീനൊക്കെ കഴിഞ്ഞ ശേഷം മനസ്സിനൊരു തൃപ്തിയില്ലാത്ത യാസീനാകരുത്. അപ്പൊ എന്ത് ചെയ്യണം, മഗ്‌രിബിന്റെ ശേഷം നമ്മൾ നാളെ രാത്രി മഗ്‌രിബിന്റെ ശേഷം എല്ലാവരും നമ്മളെ സൗകര്യം പോലെ, ചിലർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കഴിഞ്ഞ് വന്നിട്ട് ആ സമയം ഉണ്ടല്ലോ രാത്രി ഇഷ്ടം പോലെ അർദ്ധരാത്രിയുള്ള നബി സിയാറത്തിനായത് ഒരു യാസീനെ നമ്മൾ ഓതുമ്പോൾ പിന്നെ നമ്മളെ ആയുസ്സിൽ ബർക്കത്ത് കിട്ടണം എന്നുള്ള നിയ്യത്ത് മനസ്സിലേക്ക് എത്തിക്കാണ്ട് ആക്കുമ്പോലെ ഓതിയാൽ മതി. ആ നിയമമൊക്കെ പാലിച്ചങ്ങനെ ഓതിയിട്ട് അത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നണം ശരിയായിട്ട്. പൊതുവെ യാസീന് തജീദ് വേണ്ടെന്നാണ് ആൾക്കാരുടെ ധാരണ. അതുണ്ടായിരുന്നു ശരിക്കും ഓതി എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഹംദും സ്വലാത്തും അറബി ചൊല്ലിയിട്ട് ദ്വാരക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ റിസ്കിൽ ബർക്കത്തിട്ടാൻ ഭക്ഷണത്തിൽ എന്നിട്ട് ഒരു യാസീനും കൂടി ഓതാ. എന്നിട്ട് ഒക്കെ നമ്മളെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കിട്ടുന്നോണ്ടാട്ടോ, റിസ്ക്കൊക്കെ ഇങ്ങനെ കിട്ടിപ്പോരുന്നോണ്ട് കുട്ടികളോട് ഇപ്പം നമ്മൾ പറയാണ് നോക്കിയാൽ ഭക്ഷണത്തിലൊക്കെ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ മാർച്ച് നടത്തിയിട്ട് പട്ടിണിയോണ്ടേ രാജ്ഞി ചോദിച്ചുമ്പോലോ എന്താണ് ഈ ആളുകളൊക്കെ ഈ ബഹളം ഉണ്ടാക്കേണ്ടത്. അപ്പൊ മന്ത്രി രാജ്ഞിയോട് പറഞ്ഞത്ര പട്ടിണിയോണ്ടാണ്, റൊട്ടി ഒന്നുകൂടെ ഓൽക്കുക. അത് ചോദിക്കാണ് രാജ്ഞി, റൊട്ടി കിട്ടിയിട്ടാണ് ഈ വരേണ്ടതെന്ന് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയണില്ല രാജ്ഞിക്ക്. എന്നാർക്ക് ഇന്നത്തെ കുട്ടികളോട് ഡിസ്കിൽ വർക്കത്തുണ്ടാകാനെന്ന് പറഞ്ഞാൽ ഓൻ എന്താ കരുതുക, അതിപ്പോൾ ഞാനും വെച്ചും കൂടിയാണ് പോരാ സൂപ്പർ മാർക്കറ്റിക്ക്. അതിനിപ്പോൾ ഈ യാസീൻ ഓതില്ലെങ്കിലും തൽക്കാലം ഇതൊന്നും മുടങ്ങൂല. ഒരു കോളനിയിൽ വഴുത് വെച്ചു കുട്ടികളെ. അപ്പോൾ ഒരു പട്ടികജാതിപ്പെട്ട ഒരു സ്ത്രീ ഇതിങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഉസ്താദ് അതില്ലെങ്കിൽ പ്രശ്നമാണ്, ഇതില്ലെങ്കിൽ പ്രശ്നമാണ് പറഞ്ഞ നരകത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ പിന്നെ ഈ പട്ടികജാതിപ്പെട്ട ഉണ്ടായ സംഭവമാണ്. ഈ അമ്മ വന്നിട്ട് ചോദിച്ചു അത്രേ, അല്ല മോലിയരാപ്പിളെ റേഷൻ മുടങ്ങു ചോദിച്ചും പോലെ നിങ്ങൾ ഈ പറഞ്ഞ നരകമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, റേഷൻ മുടങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ മാതിരിക്ക് നമ്മളെ കുട്ടികൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയൂല. ഉൾക്കൊള്ളാൻ കഴിയേറ്റാ, നേരെ മറിച്ച് പട്ടിണി ഉള്ളിടത്ത് ഇത് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അപ്പൊ റിസ്കിൽ ബർക്കത്ത് വളരെ പ്രധാനമാണ്. ചെറിയ കളിയൊക്കെ നിൽക്കും അന്നാണ് മുട്ടിക്കഴിഞ്ഞാൽ വളരെ ഗൗരവമുള്ള. അപ്പൊ അതിന് വേണ്ടി നമ്മളൊന്നും. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് മരിക്കുമ്പോൾ ഈമാൻ കിട്ടലാണ്. അത് ചിന്തിക്കാൻ വയ്യല്ലേ, അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവിടെ ഇപ്പം എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെ നമുക്ക് പല മാർഗങ്ങളും ഉണ്ട്. പക്ഷെ മരണത്തോടു കൂടെ നോക്കൂ, ഒരു 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 മണിക്കൂറൊക്കെ ആൾക്കാർ നമ്മളെടുത്തുണ്ടാവുള്ളൂ. ആ മറവയും വെയിലും കൂടിയാണെങ്കിൽ പറയും വേഗം കഴിഞ്ഞാൽ പോകാനേക്കാൻ ദുഃഖ ചുരുക്കിയിട്ട് ആൾക്കാർ പോവും. പിന്നെ കാണാം നമുക്ക് മക്കൾ ചിലപ്പോൾ ബാങ്കിൽ കാണാം എന്തേ ഇപ്പാൻ്റെ പൈസ ഉണ്ടേനു, അപ്പോൾ അത് ലെവലാക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്താ നിങ്ങൾ അവിടെ കുറേ ആൾക്കാർ അത് ഞങ്ങൾ ഇപ്പാൻ്റെ മുതൽ ഓരിയൊക്കെയാണ്. അപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ 6 മാസമായില്ലേ, ഓവിൻ്റെ റബ്ബേ ബേജാറാവും. 6 മാസമായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല, വീട്ടിൽ ഒരു ദിവസം കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ പറയേണ്ടത് എന്തറിയോ, അപ്പോൾ ഇവിടെ നമ്മൾ വലിയ ആസീനോദിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് വരുമാനം. മറ്റേതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നും സ്ഥായി ആയതല്ല, ഒന്നും സ്ഥായി ആയതല്ല. പണ്ട് നിങ്ങൾ വലിയൊരു സമ്പന്നൻ വെടിവെച്ചു എന്ന് പറഞ്ഞു, അയാൾ വെടിവെച്ചാൽ ആരും അള്ളാഹു അറിഞ്ഞുകൂടാ. അതാണിപ്പോൾ ദുന്യാവിൻ്റെ അവസ്ഥ. സമാധാനമാണ് പ്രധാനം. നമുക്ക് സമാധാനം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ.
അങ്ങനെയൊക്കെ ഈ ബന്ധം കാര്യങ്ങളാണ് ജീവിതത്തിൽ വലിയ സമാധാനം നൽകുന്നത്. അപ്പം നാളത്തെ രാത്രി ശരിക്കണം മുതലാക്കി നമുക്ക് തന്നെ കഴിഞ്ഞാലേ ഇക്കൊല്ലം ഷാബാൻ 15 കഴിഞ്ഞല്ലോ, നമുക്കൊരു തൃപ്തി ഉണ്ടാവും. അത് ഞാൻ ഉപയോഗപ്പെടുത്തിയല്ലോ. പിന്നെ നമ്മളെ വാപ്പാരന്മാരൊക്കെ ഖബറുണ്ടെങ്കിൽ സിയാറത്തിന് പോവാം. അത് നാളെ മറക്കണ്ട. അത് നിമിതങ്ങൾ നേരെ പോയതാണല്ലോ രാത്രി. ദുഹാൻ സൂറത്തും നാളെ ഓതാൻ കാരണം ദുഹാൻ സൂറത്തിലാണ് ഷാബാൻ 15 ഈ പരാമർശം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ വന്നത്. ദുഹാൻ സൂറത്ത് ഓതണം എന്ന് പറയുന്നത്. മറ്റന്നാളത്തെ നോമ്പും പിന്നെ അറഫ നോമ്പിന്റെ അത്ര പവറില്ലെങ്കിലും ഏതായാലും ഇപ്പോൾ 15 നോമ്പ് സുന്നത്തുണ്ടല്ലോ. അപ്പോൾ കൂട്ടിയടിച്ചാൽ മതി, 2 കൂലി നമുക്ക് കിട്ടും. ചിലർ പറയും നോമ്പന്നല്ല, അങ്ങനല്ല. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ കൂലി ഉണ്ടാവും. നമ്മളിപ്പോൾ ദുഹാ നിസ്കാരത്തിനും തഹജ്ജുദ് നിസ്കാരത്തിനും റവാത്തിബ് നിസ്കാരത്തിനും ഒക്കെ ഒരേ കൂലിയല്ലല്ലോ. ഓരോന്നിനും അതിൻ്റെതായ കൂലി ഉണ്ടാവും. നമ്മൾ തഹിയ്യത്ത് നിസ്കരിച്ചു, ആ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ പവറല്ലല്ലോ ഏനുള്ളത് ദുഹാക്കുള്ളത്, 2 വ്യത്യാസം ഉണ്ടല്ലോ. എന്നതുപോലെ ഇനിയിപ്പോൾ ഒന്നുമല്ല, ഒരു ഇതുമല്ല, ഉപാധികളൊന്നുമില്ല, വെറുതെ 2 റക്അത്ത് നിസ്കാരം അങ്ങനെ പറ്റുമല്ലോ. മുത്തലക്ക ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, ളുഹയല്ല, വിത്രുമല്ല, തഹജ്ജുദും അല്ല, അങ്ങനെയൊന്നും അല്ല, നിസ്കരിക്കാലോ. അതിനുകൊണ്ട് കൂലി, ഓരോന്നിനും അതിൻ്റെതായ കൂലി ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇനി നമുക്ക് പിന്നെ ആ നജാശി രാജാവിന്റെ ആ സാസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, അവര് ചില കാര്യങ്ങൾ നടന്നതിന്റെ പേരിലാണ് മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്ത് സഹായം ചെയ്തു കൊടുത്തത്. ഇനി അവർ വല്ലാതെ കരഞ്ഞു പോകുന്ന രംഗങ്ങളുണ്ട് ഖുർആൻ കേട്ടിട്ട്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് എന്നാൽ അടുത്ത ക്ലാസ് ഞായറാഴ്ച വിട്ടത്തെ ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്മേളനം കാരണം മാത്രമാണ് നമ്മളെ ക്ലാസ് ഒരു നിലക്ക് ഒഴിവാകില്ല. അല്ലെങ്കിൽ അന്ന് പെരുന്നാളൊക്കെ വരുമ്പോൾ ഒഴിവാക്കലുള്ളൂ. ഓർഡർ തെറ്റിക്കാതെ പോകണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് ഇതിൻ്റെ ബാക്കി പറയാനും കേൾക്കാനൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. بسم الله الرحمن الرحيم ترى كثيرا منهم يتولون الذين كفروا. ആ ജൂതന്മാരിൽ നിന്ന് അധിക പേരെയും സത്യനിഷേധികളോട് മൈത്രി ബന്ധം പുലർത്തുന്നത്, സ്നേഹബന്ധം പുലർത്തുന്നത് താങ്കൾക്ക് കാണാം. അവർക്ക് വേണ്ടി സജ്ജീകരിച്ചു വെക്കുന്നത് വളരെ ഹീനമായതാണ്. കാരണം അള്ളാഹു അവരുടെ മേൽ കോപിച്ചിട്ടുണ്ട്. അവർ ശിക്ഷയിൽ നിത്യവാസികളാണ്, കാലാകാലം ഒരു നരകത്തിലായിരിക്കും. വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബി, മുഅ്മിനീങ്ങളിലും അല്ലാഹുവിലും നബിയിലും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വമാ ഉൻസില ഇലൈഹി, അവരിലേക്ക് ഇറക്കപ്പെട്ട വേദത്തിലും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, മത്തഖദൂഹും ഔലിയാ, ആ ശത്രുക്കളെ ഒരിക്കലും അവർ മിത്രങ്ങളാക്കുമായിരുന്നില്ല. വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ, മറിച്ച് അവരിൽ അധിക പേരും ദുർനടപ്പുകാരായി. അതുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ചത്. ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്, സത്യവിശ്വാസികളോട് ഏറ്റവും കഠിനമായ വിദ്വേഷം വെക്കുന്നത്, ദേഷ്യമുള്ളത് അത് യഹൂദികളായിട്ട് താങ്കൾക്ക് കാണാം. വല്ലദീന അശ്റകൂ, മുശ്രിക്കീങ്ങളെയും. വലതജിദന്ന അഖ്റബഹും മവദ്ദത്തൻ ലില്ലദീന ആമനൂ, എന്നാൽ സത്യവിശ്വാസികളോട് ഏറ്റവും അധികം സ്നേഹബന്ധമുള്ള ഒരുത്തരെയും താങ്കൾക്ക് കാണാം. അതാരാ? അല്ലദീന ഖാലൂ ഇന്നാ നസ്വാറ, ഞങ്ങൾ നസ്വാറാക്കളാണെന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെയുള്ളൊരു വിഭാഗം അവര് മുഅ്മിനീങ്ങളോട് ഏറെ സ്നേഹിക്കുന്നവരായിട്ടും കാണും. ദാലിക ബിഅന്ന മിൻഹും ഖിസ്സീസീൻ, അവരുടെ കൂട്ടത്തിൽ നല്ല പണ്ഡിതന്മാരുണ്ടായത് കൊണ്ടാണത്. ഒരു കാര്യങ്ങൾ ശരിക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വറുഹ്ബാന, ഭക്തന്മാരായ നല്ല പണ്ഡിതന്മാരുണ്ട്.
വഅന്നഹും ലാ യസ്തക്ബിറൂൻ, അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. അഹങ്കാരം അവരിൽ തീരല്ല. അതുകൊണ്ടാണ് അവരിൽ ആ നല്ല നിലപാടുണ്ടായത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തറാ കസീറൻ മിൻഹും യതവല്ലൗന അല്ലദീന കഫറൂ ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം വഫിൽ അദാബി ഹും ഖാലിദൂൻ വലൗ കാനൂ യുഅ്മിനൂന ബില്ലാഹി വന്നബിയ്യി വമാ ഉൻസില ഇലൈഹി മത്തഖദൂഹും മൗലിയാഅ വലാകിന്ന കസീറൻ മിൻഹും ഫാസിഖൂൻ. لتجدن أشد الناس عداوة للذين آمنوا ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. صدق الله العلي العظيم.